ഇരു ലോകത്തും നമുക്കെല്ലാവർക്കും ഇസ്സത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ശരീഅത്തിന്റെ തനതായ രൂപങ്ങളെ സംരക്ഷിക്കുവാനും അതിന്റെ ഖാദിമീങ്ങളാകുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനമുള്ള നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഉലമാക്കളെ, അതുപോലെ സമസ്തയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ സജീവമായ ചർച്ചകളാണ് നമ്മുടെ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രസക്തമായ വിഷയങ്ങളിലാണ് എല്ലാ സമയങ്ങളിലും നമ്മുടെ റൂമിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്: ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തെ സംരക്ഷിക്കുക, അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പുത്തൻ ചിന്താഗതിക്കാർ, അതുപോലെ തന്നെ അള്ളാഹുവിനെ തെറ്റായി വ്യാഖ്യാനിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമായി ചിത്രീകരിച്ചവർ, ഒട്ടും നാം പിന്നിൽ കാണാതെ വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ കാണുന്ന ഒരു വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുന്ന ആളുകൾ. അതും ഈ മുബ്തദിഇകളെ, ഈ പുത്തനാശയക്കാരെ നാം ഏതൊരു രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നു അതേ രൂപത്തിൽ തന്നെയാണ് നാം അവരെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഇവിടുത്തെ മുബ്തദിഇകളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുടി സുന്നികളും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഖുസൂസിയത്തിനെയും പല പ്രത്യേകതകളെയും അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നിഷേധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധാരണയിൽ കവിഞ്ഞ് മറ്റു പ്രത്യേകതകളൊന്നും ഇല്ല എന്ന വഹാബി ആശയത്തിലേക്ക് ഒടുവിൽ എത്തിച്ചേരും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെയും പ്രത്യേകതകളെയും നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുടി വിഭാഗം, അവരും നമ്മെ സംബന്ധിച്ചിടത്തോളം എതിർക്കേണ്ടുന്ന, അതല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ്. അപ്പൊ വഹാബികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ, ജമാഅത്തുകാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കളവ് പറഞ്ഞ് എന്തോ ഒരു മുടിയുമായി കൊണ്ടുവന്ന ഈ ആളുകളെയും നാം ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ അത് സംബന്ധമായ ചർച്ചകൾ നമ്മുടെ റൂമിൽ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ, വളരെ അനിവാര്യമായ, വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. ഇവിടെ സമസ്തയുടെ ലക്ഷ്യം, അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു സമസ്ത? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞൊരു സംഗതിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونصليه جهنم وساءت مصيرا. സത്യമെന്താണെന്ന് ലോകത്ത് ബോധ്യപ്പെട്ടതിന് ശേഷം, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ സത്യമെന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കപ്പെട്ടതിന് ശേഷം, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിനോടും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാരുടെ മാർഗത്തിനോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അതിനെ പിൻപറ്റാത്ത ആളുകൾ, അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത്ത് ബസീറ. നാം എപ്പോഴും കേട്ട് പരിചയമുള്ള, അതല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണിത്. പക്ഷേ നാം ഒരുപാട് തവണ കേട്ടു എന്നുള്ളത് കൊണ്ടോ നമുക്കെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ടോ ഈ ആയത്തിന്റെ ആശയം, ഈ ആയത്ത് ഒരിക്കലും അപ്രസക്തമാകുന്നില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണിത്. എന്തിനു വേണ്ടിയാണ് ഇവിടെ സമസ്ത രൂപീകരിച്ചത്? സമസ്തയുടെ ഖാദിമീങ്ങളായിക്കൊണ്ട് നാമൊക്കെ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ആ തനതായ രീതിയിൽ സംരക്ഷിക്കുക, അതിനെ പ്രചരിപ്പിക്കുക. അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുന്ന വഹാബികൾ, പുണ്യ നബിയെക്കുറിച്ച് കളവ് പറയുന്ന വഹാബികൾ, അതുപോലെ തന്നെ ഈ പുതിയ മുടി സുന്നികൾ, ഇവരെല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ദീനിന്റെ ശത്രുക്കളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇത്തിബാർ, അതുപോലെ തന്നെ
മഹാന്മാരാകുന്ന സഹാബിമാരോടുള്ള ഇത്തിബാഴ്. ഇതാണ് പല ആയത്തുകളിലായിക്കൊണ്ട് അള്ളാഹു തആല ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ പിൻപറ്റുന്ന ആളുകൾ, താബിഈങ്ങളെ അനുകരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രീതിയുണ്ട് എന്നല്ലേ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല തുടർന്നുകൊണ്ട് അള്ളാഹു തആല പറയുന്നു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ദാലിക്കൽ ഫൗസുൽ അലീം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെയും താബിഈങ്ങളെയും അംഗീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രീതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാരെ പിൻപറ്റുന്ന, താബിഈങ്ങളെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു വഅഅദ്ദ ലഹും അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു ജന്നാത്തിൻ സ്വർഗ്ഗങ്ങളെ. അല്ലാഹു തആല സ്വർഗീയ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു. തജ്രി തഹ്തഹൽ അൻഹാർ, എന്തുകൊണ്ടും മനോഹരമായതായ സ്വർഗം. ഖാലിദീന ഫീഹ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിച്ചാൽ ഒരിക്കലും പിന്നെ പുറത്തു വരേണ്ടി വരികയില്ല. ശാശ്വതമായി അനുഭവിക്കാൻ സാധിക്കുന്ന സ്വർഗം. ദാലിക്കൽ ഫൗസുൽ അലീം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതമായ വിജയമെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ഏറ്റവും ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനുള്ള മാർഗമായി കൊണ്ട് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക, അവിടുത്തെ സഹാബിമാരെ പിൻപറ്റുക എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, എന്തിനു വേണ്ടി സമസ്ത, എന്തുകൊണ്ട് സമസ്ത പ്രസക്തമാകുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തെ പാരമ്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം എത്തി എന്നുള്ളത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഹിജ്റ 5 തന്നെ ഇവിടെ മുസ്ലിമീങ്ങൾ വരികയും മുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളാകുന്ന പള്ളികൾ പണിയുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട സംഗതിയാണല്ലോ. ഇത് മുസ്ലിമീങ്ങളോ അതല്ലെങ്കിൽ സുന്നികളോ മാത്രം എഴുതി വെച്ച ചരിത്രങ്ങളിലല്ല. കേരളത്തെക്കുറിച്ച് ആധികാരികമായി ചരിത്രങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യം ഹിജ്റ 5 തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം എത്തി എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായ മാലിക് ദീനാർ മസ്ജിദ്, അത് ഹിജ്റ 5 പണികഴിപ്പിക്കപ്പെട്ട പള്ളിയാകുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. മഹത്തായ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. ഈ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പിന്നീട് ഏതാനും ആളുകൾ കടന്നു വന്നത്. ഇങ്ങനെ മഹത്തായ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഏതാനും ആളുകൾ കടന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ മഹിതമായ ഇസ്ലാമിക ആശയങ്ങളെ യാതൊരു ദുർവ്യാഖ്യാനവും കൂടാതെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക്, ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പണ്ഡിതോചിതമായ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതും അതിന്റെ പ്രവർത്തനം ഇന്നും തുടരുന്നതും നാമൊക്കെ അതിന്റെ ഹാദിമ്യങ്ങളായിക്കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്കെല്ലാം അറിയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഖാല, ബഹുമാനപ്പെട്ട ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഉപദേശിച്ചു. ഒരു ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മൗഇലത്തുൻ ബലീഗ, നല്ലൊരു ഉപദേശമായിരുന്നു അത്. ആ ഉപദേശത്തിന്റെ കടുപ്പം ദറഫത്ത് മിൻഹൽ ഉയൂൻ വജലത്ത് മിൻഹൽ ഖുലൂബ്, നബി തങ്ങളുടെ ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം വേദനിക്കുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ഫഖാല റജുലുൻ, ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചു, ഇന്ന ഹാദിഹി മൗഇലത്തു മുവദ്ദിഇൻ, പ്രവാചകരെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉപദേശം കേൾക്കുമ്പോൾ ഇത് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ, ഒരു ഉപദേശം പോലെ ഞങ്ങൾക്ക് തോന്നുന്നല്ലോ. അതുകൊണ്ട് നബി തങ്ങളെ അങ്ങയുടെ കാലശേഷവും ഞങ്ങൾ വഴിപിഴക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരണം എന്ന് ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊസിക്കും ബി തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ അമീറിനെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ തുടർന്ന് പറഞ്ഞു, ഫഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി യറ ഇഖ്തിലാഫൻ കസീറ വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്നഹാ ദലാലത്തുൻ ഫമൻ അദ്റക ദാലിക മിൻകും ഫഅലൈഹി ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യിൻ അല്ലു അലൈഹാ ബിന്നവാജിദ്. സമൂഹം പിഴച്ചു പോകാതിരിക്കാൻ, സത്യദീനിന്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എത്തിച്ചാൽ
ഫഅലൈഹി ബിസുന്നതി, അവൻ എന്റെ സുന്നത്തിനെ അനുകരിക്കണം. വസുന്നത്തുൽ ഖുലഫാ ഇർ-റാഷിദീൻ അൽ-മഹ്ദിയ്യീൻ, എന്റെ ഖുലഫാ ഇർ-റാഷിദീങ്ങളുടെ ചര്യയെയും അവൻ അനുകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സുന്നത്തിനെ അംഗീകരിക്കണം, എന്റെ ഖുലഫാഇന്റെ സുന്നത്തിനെയും അംഗീകരിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. മറ്റു പല മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും ഈ ഹദീസ് ദഈഫാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടില്ല. സലഫികൾ വളരെ സ്വീകരിക്കുന്ന, വഹാബികൾ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അവരുടെ പണ്ഡിതനാകുന്ന സാക്ഷാൽ അൽബാനി പോലും ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ പറയപ്പെട്ട കാര്യം എന്താണ്? തർക്കം വരുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ സുന്നത്ത് എന്താണോ, എന്റെ ഖുലഫാഇന്റെ സുന്നത്ത് എന്താണോ, ആ സുന്നത്തിനെ നിങ്ങൾ അനുകരിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതോടുകൂടി ഈ ഹദീസിനെ വ്യക്തമായി മനസ്സിലാക്കുകയും ഈ ഹദീസിന്റെ താല്പര്യം ഉൾക്കൊള്ളുകയും ചെയ്താൽ പിന്നെ പ്രശ്നങ്ങൾ അവസാനിച്ചു. നിങ്ങൾക്കറിയുമോ, വഹാബികളുടെ സംസ്ഥാന സമ്മേളന സുവനീർ, ആ സുവനീറിൽ പോലും വ്യക്തമായി എഴുതിയ കാര്യമാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് 2 ബാങ്ക് നിർവഹിച്ചിരുന്നു. സഹാബിമാരിൽ പലരും സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയവരായിരുന്നു. പക്ഷേ ഇതൊന്നും നാം സ്വീകരിക്കുന്നില്ല എന്ന് വഹാബികൾ അവരുടെ സുവനീറിൽ എഴുതി വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോ? നബി തങ്ങൾ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ സഹാബിമാർ, എന്റെ ഖുലഫാ ഏതൊരു മാർഗത്തിലാണോ നിലനിൽക്കുന്നത് അതിനെ നിങ്ങൾ അനുകരിക്കണം. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് പ്രത്യേകമായി ഇമാമുമാരെ നിശ്ചയിക്കുകയും ഓരോ പള്ളിയിലും 20 റക്അത്ത് തറാവീഹ് കൃത്യമായി കൊണ്ട് നടക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖലീഫ നിർദ്ദേശിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിലും ഹദീസുകളിലും കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ജുമുഅ നിസ്കാരങ്ങൾക്ക് 2 ബാങ്ക് നിർവഹിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ അനിഷേധ്യമായി കൊണ്ട് തെളിഞ്ഞ വിഷയമാണ്. സഹാബിമാരൊക്കെ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ വഹാബികളും അവരുടെ പുസ്തകങ്ങളിലൂടെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വഹാബികൾ പറയുന്നു, ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ, മതപരമായ കാര്യങ്ങളെ സ്വീകരിച്ചാചരിക്കുമ്പോൾ അവിടെയൊന്നും തന്നെ ഞങ്ങൾ സഹാബിമാരെ അനുകരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സഹാബിയുടെ വാക്കും പ്രവൃത്തിയും മതത്തിൽ മാനദണ്ഡമല്ല, തെളിവല്ല എന്ന് വഹാബി പ്രസ്ഥാനം ഒരുപാട് നാളായിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാകുന്നു എന്ന് വഹാബികൾ തന്നെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. ഇവിടെയാണ് കാര്യങ്ങളെ നാം വ്യക്തമായി തിരിച്ചറിയേണ്ടത്. മഹാന്മാരാകുന്ന സഹാബിമാരുടെ ജീവിതം പരിശോധിച്ചാൽ ഇന്ന് തർക്കത്തിലുള്ള ഏത് വിഷയമാണെങ്കിലും, ഇന്ന് അഭിപ്രായ വ്യത്യാസമുള്ള മുജാഹിദുകളുടെയും സുന്നികളുടെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും ആ വിഷയത്തിലെല്ലാം തന്നെ സഹാബിമാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ അതിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാന്മാരാകുന്ന സഹാബിമാർ അവർ തവസ്സുൽ നടത്തിയിരുന്നു, അവർ ഇസ്തിഹാസ നടത്തിയിരുന്നു, അവർ മന്ത്രിച്ചൂതിയിരുന്നു, അവർ എഴുതിക്കെട്ടിയിരുന്നു. നിങ്ങൾക്കറിയുമോ, കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു തഖ്റഉ ബിൽ മുഅവ്വിദതൈനി ഫീ ഇനാഇൻ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് മുഅവ്വിദതൈനി സൂറത്ത് ആ പാത്രത്തിലേക്ക് ഓതും. എന്നിട്ടോ സുമ്മത്ത് ഉമുറു അയ്യ സുബ്ബ അലൽ മരീദ്, ആ മുഅവ്വിദതൈനി സൂറത്ത് ഓതിയ വെള്ളം രോഗിയുടെ മേൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ കൽപ്പിക്കുകയും ചെയ്യും. നാം സാധാരണ എന്തെങ്കിലും രോഗമുണ്ടാകുമ്പോൾ വെള്ളം മന്ത്രിക്കാരുണ്ടല്ലോ. ഇതേ പ്രവർത്തനം ആയിഷ റളിയല്ലാഹു അൻഹ നടത്തിയിരുന്നു എന്ന് നമുക്ക് ഹദീസിന്റെ കിതാബുകൾ കാണാൻ സാധിക്കുന്നു. തഖ്റഉ ബിൽ മുഅവ്വിദതൈനി ഫീ ഇനാഇൻ, കുറച്ച് വെള്ളം പാത്രത്തിൽ എടുത്തുകൊണ്ട് ആ വെള്ളത്തിലേക്കായി കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ മുഅവ്വിദതൈനി സൂറത്ത് ഓതും. സുമ്മത ഉമുറു അൻ യസുബ്ബ അലൽ മരീദ്, പിന്നെ അത് രോഗിയുടെ മേൽ ഒഴിക്കാൻ വേണ്ടി ആയിഷ ബീവി കൽപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതുപോലെയുള്ള മറ്റ് സഹാബിമാരെ കുറിച്ചും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന ചില സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഭയപ്പെടുന്ന അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ദിക്ർ. എന്താണ് ആ ദിക്ർ? ഇദാ ഫസിഅ അഹദുകും മിനൻ നൗമി ഫൽയഖുൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വശർരി ഇബാദിഹി വമിൻ ശർരി ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ ഫഇന്നഹാ ലാ തുദുർ. ഈ ദിക്ർ ചൊല്ലണം. ഈ ദിക്ർ ചൊല്ലിയാൽ നബി തങ്ങൾ പറയുന്നു ഫഇന്നഹാ ലാ തുദുർ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളിൽ നിന്ന് മുതിർന്ന മക്കൾക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിരുന്നു.
ചെറിയ മക്കൾക്കോ കതബ ഹാഫി സക്കിൻ സുമ്മ അല്ലഖഹ ഫി ഉനുഖിഹി, ചെറിയ മക്കൾക്ക് ഇത് ഒരു തോലിന്റെ കഷ്ണത്തിൽ അതല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുന്ന അതേപോലെയുള്ള വസ്തുക്കളിൽ ഇത് എഴുതി എടുക്കുകയും സുമ്മ അല്ലഖഹ ഫി ഉനുഖിഹി, പിന്നെ ഈ ദുആ എഴുതിയ, ഈ ദിക്ർ എഴുതിയ ഈ പേപ്പറിൻ ഈ തോലിനെ അതല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ആ വസ്തുവിനെ മക്കളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ആരാണിത് ചെയ്തത്? മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഐക്കല്ല് കെട്ടുക, മന്ത്രിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മഹാന്മാരാകുന്ന സഹാബിമാരുടെ കാലത്തുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാമാണല്ലോ തർക്കമുള്ളത്. ഇങ്ങനെയുള്ള തർക്കങ്ങൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്റെ സുന്നത്തിന് അനുകരിക്കണം, എന്റെ ഖുലഫാഇന്റെ സുന്നത്തിന് അനുകരിക്കണം, എന്റെ സഹാബിമാരുടെ മാതൃക നിങ്ങൾ പിൻപറ്റണമെന്നാണ്. സഹാബിമാരുടെ മാതൃക പരിശോധിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വെള്ളം മന്ത്രിച്ചു കൊടുത്തു എന്നും മന്ത്രിച്ച വെള്ളം രോഗിയുടെ ദേഹത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നും ആയിഷ ബീവിയെ കുറിച്ച് ഹദീസുകളിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ അത് മുതിർന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെറിയ മക്കൾക്ക് ഈ ദിക്ർ ഒരു തോലിന്റെ കഷ്ണത്തിൽ എഴുതിക്കൊണ്ട് അത് കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാം. ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സുന്നികളുമായി കൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഏത് വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, തറാവീഹിന്റെ കാര്യം വഹാബികൾ പോലും അംഗീകരിക്കുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തറാവീഹ് 2 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളത്, സുബ്ഹി നിസ്കാരത്തിൽ അവരൊക്കെ ഖുനൂത്ത് ഓതിയിരുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ നിസ്കാര ശേഷമുള്ള ദുആ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമല്ലേ. കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ മഹത്വമുണ്ടെന്നും നിസ്കാര ശേഷമുള്ള ദുആ അത് ഇജാബത്തിൽ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടാവുന്ന, ഇജാബത്തിന് കൂടുതൽ സാധ്യതയുള്ള സമയമാണെന്നും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംഗതിയല്ലേ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബ് അറിയുമോ? നബി തങ്ങൾക്ക് ഒരു ഗൈബും അറിയില്ല. അദൃശ്യമായൊരു കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അറിയാൻ സാധിക്കില്ല. ഇത് എന്നൊക്കെയാണ് ഈ വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് പരിശോധിക്കാം. ബദർ യുദ്ധത്തിന്റെ ഏതാനും സമയങ്ങൾക്ക് മുമ്പായിക്കൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും കൂടി ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചർച്ച സഹാബിമാർ വലിയ ആവേശമുണ്ടാക്കി. അവർ യുദ്ധത്തിനും മുശ്രിക്കുകളുമായി കൊണ്ട് ഏറ്റുമുട്ടുന്ന വിഷയത്തിൽ വലിയ താല്പര്യം കാണിച്ചു. ഈ താല്പര്യം കണ്ടപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബിമാരെയും കൂട്ടി ബദറിലേക്ക് പോയി. ബദറിലേക്ക് പോയതിനു ശേഷം ആ ബദറിൽ വെച്ചുകൊണ്ടുണ്ടായ ഒരു സംഭവം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വിരൽ ബദറിൽ ആ യുദ്ധം നടക്കാനിരിക്കുന്ന ആ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കുകയും എന്നിട്ട് നബി തങ്ങൾ പറയും, ഹാദാ മസ്റഉ ഫുലാൻ, ഇവിടെയാണ് ഇന്നാലിനെ മുശ്രിക്ക് കൊല്ലപ്പെടുക. വയളഉ യദഹു അലൽ അർളി ഹാഹുന വഹാഹുന, ഇങ്ങനെ ഓരോ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിരലിങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയും നിലത്തിങ്ങനെ ഇഷാറത്താക്കി കാണിച്ചു കൊടുക്കുകയും ഇവിടെ ഇന്നാലിനാൾ കൊല്ലപ്പെടും, ഇവിടെ വെച്ചുകൊണ്ട് ഇന്നാലിനാൾ കൊല്ലപ്പെടും എന്നൊക്കെ നബി തങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു. മഹാന്മാരാകുന്ന സഹാബിമാർ പറയുന്നു, യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധക്കളം ഞങ്ങൾ പരിശോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പേ ഇശാറത്താക്കിയ സ്ഥലങ്ങളും പരിശോധിച്ചു. ഫമാ മാത അഹദുഹും അൻ മൗളിഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്ന ഇവിടെ ഇന്നാലിനാൾ കൊല്ലപ്പെടും, ഇവിടെ വെച്ചുകൊണ്ട് ഇന്നാലിനാൾ കൊല്ലപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ പറഞ്ഞു തന്ന ആ സ്ഥലത്ത് നിന്ന് അല്പം പോലും തെറ്റാതെ ഏത് വ്യക്തി ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് കൊല്ലപ്പെടും എന്നാണോ പറഞ്ഞത്, അത് അല്പം പോലും ഒരു മാറ്റവും വരാതെ ആ മുശ്രിക്ക് ആ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിക്കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൈബ് അറിഞ്ഞതായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സഹാബിമാർ പറയുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, സമയം വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദർശ സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, സഹോദരന്മാർക്ക് മസ്അല സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും ആദർശ സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും യഥാർത്ഥ നമ്മുടെ ക്ലാസ് റൂമിൽ മസ്അലകളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകൾ വേറെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രത്യേകം പല വിഷയങ്ങളിലും പല ക്ലാസ്സുകളും ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ഈ ചർച്ചാ സമയത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയേണ്ടുന്ന ഏത് വിഷയങ്ങളാണെങ്കിലും അത് ആദർശ വിഷയങ്ങൾ മാത്രം പരിമിതപ്പെടുത്തേണ്ടതില്ല. മസ്അല വിഷയങ്ങളാണെങ്കിലും അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മുടിയന്മാരുടെ വിഷയങ്ങൾ, ഏത് വിഷയമാണെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിലെല്ലാം നമുക്ക് ചർച്ച നടത്താം. പ്രത്യേകിച്ച് ഏതെങ്കിലും
വഹാബി സഹോദരന്മാർ, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ, അവരൊക്കെ അങ്ങനെയുള്ള മുബ്തദിഅകളായ ആരെങ്കിലും നമ്മുടെ റൂമിൽ ഉണ്ടെങ്കിൽ അവരാണ് ആദ്യമായി കൊണ്ട് മൈക്കിലേക്ക് വരേണ്ടത്. അവരുടെ വിഷയങ്ങൾ, അവരുടെ സംശയങ്ങൾ, അവർക്കറിയേണ്ടുന്ന കാര്യങ്ങൾ അതാദ്യമായി കൊണ്ട് നമുക്ക് പരിഗണിക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്കും, നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ സുന്നികളായ ആളുകൾ, അവർക്കുള്ള സംശയങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച നടത്താം. നമ്മുടെ റൂമിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവരെല്ലാവരും തന്നെ വിഷയത്തിൽ ഇടപെടുകയും നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്തു തരികയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആദർശ സംബന്ധമായ, സമസ്തയുടെ നിലപാട് സംബന്ധമായി, മസ്അല സംബന്ധമായി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ പെട്ടെന്ന് മൈക്കിലേക്ക് വരിക. സമയം വളരെ വൈകിയതുകൊണ്ട് ഇനിയും സംസാരിച്ച് നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. കാര്യം ചോദിക്കുമ്പോൾ കാര്യം ചോദിക്കാം, പ്രസംഗിക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, മാന്യമായ ഭാഷയിൽ മാത്രം ചോദിക്കാം. മാന്യത വിട്ടുകൊണ്ട് സംസാരിക്കുവാനോ പ്രസംഗിക്കുവാനോ അനുവദിക്കുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ഡോട്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് ഡോട്ട് ഇടേണ്ടുന്ന അവസ്ഥ പ്രിയപ്പെട്ട ആ ചോദ്യകർത്താക്കൾ ആരും അങ്ങനെ ചെയ്യുകയില്ല. നമ്മുടെ റൂമിൽ എല്ലാവരും വരികയും വളരെ മാന്യമായിക്കൊണ്ട് പെരുമാറുകയും ചെയ്യുന്ന സാഹചര്യമാണ്, സ്ഥിതിയാണ് നമ്മുടെ റൂമിലുള്ളത്. ഇൻഷാ അല്ലാഹ് നല്ല അവസ്ഥ നമ്മുടെ റൂമിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മൈക്കിലേക്ക് വരിക. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി, സംശയ നിവാരണങ്ങൾക്ക് വേണ്ടി, ചർച്ചകൾക്ക് വേണ്ടി നമുക്ക് സമയം മാറ്റിവെക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹലോ, പിന്നെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്, ഉസ്താദ്മാര് ഏത് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് ചോദിച്ചാൽ, ഉസ്താദ് നമ്മളെ കൂരാട് സമ്മേളനത്തിന് ജമാഅത്ത് ഇസ്ലാമിക്കാർ പങ്കെടുത്തു പറഞ്ഞ് അതിന്റെ ഒരു വിശദീകരണം തരാണ്. നമ്മളുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. എപ്പിക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതെന്താ സംഭവം? അതിന്റെ ഒരു വിശദീകരണം കിട്ടാനായിരുന്നു. മൈക്രോ റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിന് സംബന്ധമായി എനിക്ക് പറയാനുള്ളത്, ഇനി ഗഫൂർ അൻവരി ഒക്കെ അതിന്റെ ശരിയായത് പറയും. നമ്മൾ ഈ ആ സമ്മേളനത്തിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അതാണ് എല്ലാവരെയും അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടി ആർക്കൊക്കെയാണ് താല്പര്യം ഉണ്ടാവട്ടെ, താല്പര്യമില്ലാതിരിക്കട്ടെ, എല്ലാവരും വരണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹവും. മുജാഹിദീങ്ങളും വരണം, ജമാഅത്തുകാരും വരണം, ഖാദിയന്യോളും വരണം, ചേകന്നൂരിന്റെ ആളുകളും വരണം, എല്ലാവരും വരണം. എന്നിട്ട് എന്താണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് അവർ ശരിക്കും മനസ്സിലാക്കണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ക്യാമ്പുകളാണ് അവിടെ നടന്നത്. ജമാഅത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന, അതുപോലെ തന്നെ പിന്നെ മുജാഹിദീങ്ങളെ എതിർക്കുന്ന, അവരുടെ ആശയങ്ങളൊക്കെ, അവരുടെ പൊള്ളത്തരങ്ങളൊക്കെ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ ഒക്കെയാണ് അവിടെ നടന്നത്. അതിനൊക്കെ പുറമെ പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ കാടമ്പാടി ഉസ്താദിന്റെ പ്രസംഗം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആ ജംആക്കി പറയാനുള്ള കാരണവും മറ്റൊക്കെ, അങ്ങനെയൊക്കെ ഓതുന്നത് മൂലം സാലിഹ്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടുന്ന ആവശ്യകത, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗത്തിൽ തറക്തു ഫീക്കും അംറൈൻ, നിങ്ങൾ രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചിട്ടു, അതിന്റെ താല്പര്യം എന്താണ്, ഖുർആനും സുന്നത്തും മാത്രം അങ്ങനെയാണോ, എന്റെ താല്പര്യം എന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുത്തനാശയക്കാരുടെ സകലമാന ജൽപ്പനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ. അപ്പോൾ സകലമാന കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലുസുന്നത്ത് ജമാഅത്തിന് എതിരുള്ള സകലമാന സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നടന്നതൊക്കെ. അങ്ങനെയുള്ള ക്ലാസ്സിൽ സകല ശൈത്താന്മാരും വരണം തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെ പല ആളുകളും വരും ചെയ്തിട്ടുണ്ട്. അത് തികച്ചും സ്വാഗതാർഹവുമാണ്. അസ്സലാമു അലൈക്കും. ഹലോ, പിന്നെ അങ്ങനെയല്ല ഉസ്താദ്, നമ്മളെ ഷംസുൽ ഉലമ അവസാന പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഈ ജമാഅത്ത് ഇസ്ലാമിനായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല, പുത്തൻ പ്രസ്ഥാനക്കാർ എന്തല്ലേ ഓൾക്ക് ദീന്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഓരോട് ബന്ധം ഉണ്ടാക്കല, അവയായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. പക്ഷെ എടാ, ഈ ജമാഅത്തെ എടാ, ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ, ഇത് മനസ്സിലാക്കി എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ലേ? അവരായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ബന്ധം ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം അവർക്ക് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത് എത്തിക്കൂല എന്നല്ല. അടുത്ത ആൾക്ക് എനിക്ക് വരാം. ഇതിന്റെ ശരിയായ മറുപടി ഞാപതിന്റെ എനിക്ക് ഇത് സംബന്ധമായി അതെ ബഹുമാനപ്പെട്ട ഗഫൂർ അല്ല ഉസ്താദ്, അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ എ പി വിഭാഗത്തിനായിട്ടല്ല, അവരെടുത്ത്
സഹോദര എ പിക്കാർക്കും മറുപടി പറഞ്ഞിട്ടല്ലോ അവിടെ. എ പി വിഭാഗത്തിന്റെ മുടി, ആ മുടി സംബന്ധമായ മറുപടികൾ അവിടെ നടന്നിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിന്റെ പിഴച്ച അഖീദ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. മുജാഹിദീങ്ങളുടെ ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനം നൽകുക അതിനൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് പിഴച്ചു പോയ സകല ആളുകളെ മറുപടി നൽകിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും വരണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹം നടന്നിട്ടുമുണ്ട് എന്ന്. ഇനി ഗഫൂർ അൻവരി മൈക്കെടുത്തതിന് ശേഷം വേറെ ആളുകൾ മൈക്കെടുക്കുക. അദ്ദേഹം മൈക്ക് ചോദിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. സഹോദരൻ നിങ്ങൾക്ക് ഇനി മൈക്കെടുക്കട്ടോ. ഗഫൂർ അൻവരി മൈക്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ 85-ാം വാർഷിക മഹാസമ്മേളനം വളരെ ഭംഗിയായിക്കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചു. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണത്. നമ്മുടെ മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ബറക്കത്ത് കൊണ്ട് എല്ലാ ബിദഅകളെയും വിഘടിതരെയും ഞെട്ടിക്കുന്ന രീതിയിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും സമസ്തയുടെ കൂടെയാകുന്നു എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ വളരെ മഹത്തായ രീതിയിൽ ഭംഗിയായിക്കൊണ്ട് നമുക്ക് 85-ാം വാർഷിക മഹാസമ്മേളനം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചു. ഈ സമ്മേളനം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവർക്കും വല്ലാത്തൊരു ഭ്രാന്ത്, എല്ലാവർക്കും വല്ലാത്തൊരു ഒരു വിറളി പിടിച്ചു. പിന്നെ നമ്മെക്കുറിച്ച്, സമ്മേളനത്തെക്കുറിച്ച്, നമ്മുടെ ഉലമാക്കളെ കുറിച്ച് എന്തൊക്കെ പറയണം, ഏതൊക്കെ രീതി നേരിടണം, ഇതിനെക്കുറിച്ച് നമ്മുടെ അപ്പുറത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ മുടിശുദ്ധികൾക്ക് ഒരു എത്തും പിടുത്തുമില്ല. അങ്ങനെ അവർ കണ്ടെത്തിയ ഒരു പോയിന്റാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ നമ്മുടെ സമ്മേളനത്തിന് വന്നു എന്നുള്ളത്. ആദ്യമായിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അതല്ലെങ്കിൽ മുജാഹിദുകൾ അവരോട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല, അവരോട് യാതൊരു നിരക്കും ലോക്യം കൂടാൻ പാടില്ല എന്ന് ആണത്തോടുകൂടി അന്തസ്സോടുകൂടി സമസ്തയുടെ മുന്നിൽ നിന്നുകൊണ്ട്, സമസ്തയുടെ ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാൾ ഇന്ന് കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസ്ഥാനം? ഈ കാന്തപുരം വിഭാഗത്തിന് എങ്ങനെയാണത് സാധിക്കുക? കാന്തപുരം വിഭാഗത്തിന് കാരണം കുവൈറ്റിൽ പോയി ജമാഅത്തുകാരുമായി, മുജാഹിദുകളുമായി കരാറ് എഴുതി ഒപ്പിട്ടു. എന്തായിരുന്നു മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുമായി കരാറ് എഴുതി ഒപ്പിട്ടത്? ഞങ്ങളെല്ലാവരും കൂടി തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാം, തവസ്സുൽ സുന്നത്താണെന്ന് എല്ലാവരും അംഗീകരിക്കാം, അതുപോലെ തന്നെ ഇസ്തിഹാസ അത് ശിർക്കല്ല എന്ന് എല്ലാവരും ഇതല്ല. കേരളത്തിലെ മുജാഹിദുകൾ, വഹാബികൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ആശയത്തിൽ ഐക്യ സ്വഭാവത്തോടുകൂടി അഭിപ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇതല്ലേ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാര് കുവൈറ്റിൽ പോയിക്കൊണ്ട് ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും നേതാക്കളുമായിക്കൊണ്ട് കരാർ ഒപ്പിട്ടത്? ഇങ്ങനെയുള്ള ഈ മുടിശുദ്ധികൾക്ക് എങ്ങനെ, ഈ മുടിയന്മാർക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് പറയാൻ ധാർമ്മികമായ വല്ല അവകാശവും വല്ല അർഹതയുമുണ്ടോ? മാത്രമല്ല, ഞാൻ ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നത് വരെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊന്നും എഴുതാൻ പാടില്ല, ആരും പ്രസംഗിക്കാൻ പാടില്ല എന്ന് കാന്തപുരം ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വിളിച്ചറിയിക്കുകയും അത് സംബന്ധമായിക്കൊണ്ട് സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തില്ലേ? കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ, ഈ വിഷയത്തിലെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറയാം. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, മുജാഹിദുകളുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഈ പിന്നെ എ വി അബ്ദുറഹ്മാൻ ഹാജി മുജാഹിദ് വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബത്തിൽ കല്യാണമുണ്ടായപ്പോൾ, മുജാഹിദ് കുടുംബത്തിൽ കല്യാണമുണ്ടായപ്പോൾ ആ കല്യാണത്തിന് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരെ ക്ഷണിക്കുകയും കാന്തപുരം മുസ്ലിയാർ ആ കല്യാണത്തിന് പങ്കെടുക്കുകയും ചെയ്തില്ലേ? ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ സാധിക്കുമോ? കേരളത്തിലെ സുന്നികളെ മുഴുവൻ പൊട്ടന്മാരാക്കുകയാണോ നിങ്ങൾ? കേരളത്തിലെ മുസ്ലിമീങ്ങളെ മുഴുവൻ നിങ്ങൾ പൊട്ടന്മാരാക്കുകയാണോ? എ വി അബ്ദുറഹ്മാൻ ഹാജി മടവൂർ വിഭാഗത്തിന്റെ
സംസ്ഥാന പ്രസിഡന്റായിരുന്ന AV അബ്ദുറഹ്മാൻ ഹാജിയുടെ അടുത്ത കുടുംബത്തിലുള്ള മുജാഹിദ് വീട്ടിൽ കല്യാണമുണ്ടായപ്പോൾ ആ കല്യാണത്തിലേക്ക് AP ക്ഷണിക്കുകയും AP അതിൽ പങ്കെടുക്കുകയും ചെയ്തില്ലേ? ഇതിനെന്താ ന്യായമുള്ളത്? കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ അമീറായിരുന്ന സിദ്ദീഖ് ഹസനുമായിക്കൊണ്ട് ഹജ്ജ് ഹൗസിന്റെ ഗേറ്റിന്റെ മുൻഭാഗത്ത് വെച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും, നിങ്ങൾ എപ്പോഴാ വന്നത്, നിങ്ങൾ തിരിച്ചു പോവുകയാണോ എന്നൊക്കെ അന്വേഷണം നടത്തുകയും സലാം പറയുകയും ചെയ്തുകൊണ്ട് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് അമീറായിരുന്ന സിദ്ദീഖ് ഹസന് സലാം പറഞ്ഞ് കൈ കൊടുത്ത് കുശലാന്വേഷണം നടത്തിയില്ലേ? അതിൻ്റെയൊക്കെ ഫോട്ടോ, അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്ങുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ വെച്ചുകൊണ്ട് ഒരു ജമാഅത്ത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്നു സിദ്ദീഖ് ഹസൻ. ഈ സിദ്ദീഖ് ഹസൻ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് നിശ്ചയിക്കപ്പെട്ട ആ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരികയാണ്. അടുത്ത ജമാഅത്തും അതുപോലെ തന്നെ പ്രസംഗവും കാന്തപുര വിഭാഗത്തിനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും ആളുകളും ഹജ്ജ് ഹൗസിലേക്ക് അങ്ങോട്ട് കയറിപ്പോവുകയാണ്. ആ സമയത്ത് ഞാനും ഏതാനും ആളുകൾ അവിടെയുണ്ട്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് അമീർ സിദ്ദീഖ് ഹസൻ ഹജ്ജ് ഹൗസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നു. കാന്തപുരം മുസ്ലിയാർ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഗേറ്റിന്റെ ആ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് അവർ ഇരുവരും കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് കാന്തപുരം മുസ്ലിയാർ അങ്ങോട്ട് സലാം പറയുകയും സലാം പറഞ്ഞപ്പോൾ ഉടനെ സിദ്ദീഖ് ഹസൻ കൈ നീട്ടി. ആ കൈ കാന്തപുരം മുസ്ലിയാർ പിടിച്ചു. എന്നിട്ട് നിങ്ങൾ എപ്പോഴാ വന്നത്, നിങ്ങൾ പോവുകയാണോ എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണം നടത്തി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് കാന്തപുരത്തിന്റെ സുന്നത്തി ജമാഅത്ത്. ഇതാണ്. അപ്പൊ മുജാഹിദിന്റെ തെളിവ് കൊണ്ടുവരും, തെളിവാണ് കൊണ്ടുവരും. നിങ്ങൾ എന്താ നിങ്ങൾ കുളത്തിലെ ഈ കിണറ്റിലെ തവളകളെ പോലെയാവുക? കിണറ്റിലെ തവളകളെ പോലെ. എന്താണ് കാന്തപുരം മുസ്ലിയാർ? എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കുവൈറ്റിൽ പോയത്? കുവൈറ്റിൽ പോയിക്കൊണ്ട് കരാർ ഒപ്പിട്ടത് തറാവി 20 റക്അത്ത് നിസ്കരിക്കാമെന്നതിന്റെ പേരിലാണോ? AV അബ്ദുറഹ്മാൻ ഹാജിയുടെ കുടുംബത്തിൽപ്പെട്ട കല്യാണത്തിന് എന്തിന് അദ്ദേഹം പോയി? സിദ്ദീഖ് ഹസനുമായിക്കൊണ്ട് ഹജ്ജ് ഹൗസിന്റെ മുൻഭാഗത്ത് വെച്ചുകൊണ്ട് സലാം പറയുവാനും കൈപിടിക്കുവാനും ഏത് കിതാബില മസലയുള്ളത്? അപ്പൊ കാന്തപുര വിഭാഗത്തിന് ഒരിക്കലും ഈ പ്രവർത്തനത്തെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അങ്ങനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് വേശ്യയുടെ ചാരിത്ര പ്രസംഗമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അധികം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനിയും പലതും പറയേണ്ടി വരും. ഇനിയും പറയേണ്ടി വരും. ഇനി ഞാൻ കാര്യം പറയാം. ഇനി അടുത്ത വിഷയം എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ സമ്മേളന സ്ഥലത്തുണ്ടായത്, നമ്മുടെ സമ്മേളന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത്? ഒരു സമ്മേളനം നടക്കുമ്പോൾ, ആളുകൾ കൂടുന്ന സമ്മേളനമാകുമ്പോൾ, ഒരു പക്ഷേ ഇവരുടെ സമ്മേളനത്തിനാവണമെന്നില്ല, ആളുകൾ കൂടുന്ന സമ്മേളനമാകുമ്പോൾ, ഇവരുടെ സമ്മേളനം വെക്കുമ്പോൾ ഏതാനും എന്തു പറഞ്ഞാലും അല്ലാഹു അക്ബർ ഇങ്ങനെ തക്ബീർ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും കുഞ്ഞാടുകൾ മാത്രം കൂടുന്ന സമ്മേളനമല്ല, ജനങ്ങൾ കൂടുന്ന സമ്മേളനം ആകുമ്പോൾ ആ സമ്മേളനത്തിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ എല്ലാവരും സ്റ്റാളുകളിടും. ബുക്ക് സ്റ്റാളുകൾ എന്നതുപോലെ നമ്മുടെ സമ്മേളന പന്തലിൽ, നമ്മുടെ സമ്മേളന സ്ഥലത്ത് അവിടെ ചന്ദ്രികക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു, അത് മാധ്യമത്തിന് സ്റ്റാൾ ഉണ്ടായിരുന്നു, IPH സ്റ്റാൾ ഉണ്ടായിരുന്നു. ഈ IPH സ്റ്റാൾ ഒരിക്കലും നമ്മുടെ സമ്മേളന പന്തലിലോ നാം ഒരുക്കി കൊടുത്ത സ്ഥലത്തോ അല്ല IPH സ്റ്റാൾ ഉള്ളത്. IPH സ്റ്റാൾ ഉള്ളത് അവിടെ വന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഏതൊരാൾക്കും ഈ IPH സ്റ്റാൾ ഉള്ളത് അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ, അതായത് ആ സമ്മേളന നഗരിക്ക് തൊട്ടടുത്തുള്ള ആ വാട്ടർ സർവീസുള്ള ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്താണ് ഈ സ്റ്റാൾ ഉണ്ടായിരുന്നത്. അതൊരിക്കലും സമ്മേളന സ്ഥലമല്ല, അത് നമ്മുടെ പരിധിയിലുള്ള സ്ഥലമല്ല, അതൊരു വ്യക്തിയുടെ സ്ഥലമാണത്. ആ വ്യക്തിയുടെ സ്ഥലത്ത് അദ്ദേഹം പല സ്റ്റാളുകളും ഹോട്ടലുകളും മറ്റുമായിട്ട് പലതും നൽകിയിരുന്നു. എന്നതുപോലെ IPH ഒരു സ്റ്റാൾ കൊടുത്തു. ഒരു സമ്മേളനമാകുമ്പോൾ ആ സമ്മേളനത്തിൽ പല മീഡിയ പ്രതിനിധികളെയും ക്ഷണിക്കും, പല പത്രക്കാരെയും ക്ഷണിക്കും. ചന്ദ്രികക്കാരുണ്ടായിരുന്നു, മറ്റു പത്രത്തിന്റെ ആളുകളുണ്ടായിരുന്നു, എന്നപോലെ മാധ്യമത്തിന്റെ ആളുകളും ഉണ്ടായിരുന്നു. ഇതേ രൂപത്തിൽ IPH സ്റ്റാള് അത് സമ്മേളന സ്ഥലത്ത് സ്വാഭാവികമാണ് അങ്ങനെയെല്ലാം ഉണ്ടാവുക എന്നുള്ളത്. ഈ
ഈ IPH സ്റ്റാളാവട്ടെ നമ്മുടെ സമ്മേളന പന്തലിലോ അതല്ലെങ്കിൽ നാം ഒരുക്കിയ ഭാഗത്തോ അല്ല ഉള്ളത്. അത് മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് സ്ഥലം, അദ്ദേഹം അതിനു വേണ്ടി കൊടുത്ത സ്ഥലം. അവിടെ മറ്റു പല സ്റ്റാളുകളും ഉണ്ടായിരുന്നു, കൂട്ടത്തിലൊരു സ്റ്റാള്. എന്നിട്ട് ഇതിന്റെ പേരിലാണ് ഈ കാന്തക്കുട്ടികൾ, ഈ മുടിക്കുട്ടികൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെ ചോദ്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമ്മേളന സ്ഥലത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ വന്നു എന്നൊക്കെ നമ്മെ ചോദ്യം ചെയ്യാൻ, സമസ്തയുടെ ആളുകളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു AP കുട്ടി വളർന്നിട്ടില്ല, ഇവിടെ ഒരു മുടിയന്മാരും ഇവിടെ വളർന്നിട്ടില്ല. നിങ്ങൾ കുവൈത്ത് കരാറിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവുണ്ടാവുകയില്ല. AV അബ്ദുറഹ്മാൻ ഹാജിയുടെ മകളുടെ കുടുംബത്തിലെ കല്യാണത്തിന് AP അബൂബക്കർ മുസ്ലിയാർ പോയതിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്കറിയും. അത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇതൊന്നും ചോദ്യം ചെയ്യുവാൻ മുടിസുന്നികളെ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾക്കതിന് ധാർമ്മികമായി നിങ്ങൾക്ക് അർഹതയില്ല. കാരണം നിങ്ങൾ ഇതിനേക്കാൾ വലിയ കട്ട പുകയില നിങ്ങളുള്ളത്. പിന്നെ നമ്മുടെ സമ്മേളന സ്ഥലത്തേക്ക് വന്നു എന്നാണെങ്കിൽ നമ്മുടെ സമ്മേളന സ്ഥലത്തേക്ക് ഒരിക്കൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളെ നാം സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ സമ്മേളനത്തിന് പലരും വരും. ഹിന്ദുക്കൾ ഉണ്ടാകും സമ്മേളന സ്ഥലത്ത്, ഹിന്ദുക്കൾ ഉണ്ടാകും. മർക്കസിലേക്ക് രാജഗോപാലിനെ നിങ്ങൾ കൊണ്ടുപോയില്ലേ? രാജഗോപാലിനെ നിങ്ങൾ കൊണ്ടുപോയില്ലേ? എന്തിനു വേണ്ടി കൊണ്ടുപോയി? ഇതും ചിന്തിക്കേണ്ടതല്ലേ? ചേകനൂർ കേസിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആരൊക്കെ പറഞ്ഞപ്പോഴത്തേന് നിങ്ങൾ രാജഗോപാലിനെ കൊണ്ടുപോയി കെട്ടുകണക്കിന് നോട്ടങ്ങൾ കൊടുത്തപ്പോൾ വിഷയങ്ങൾ ഒതുങ്ങി. പ്രിയപ്പെട്ട സഹോദര, രാജഗോപാലിനെ കൊണ്ടാകാൻ ഏത് ആയത്തിലും ഹദീസിലാണ് നിങ്ങൾക്ക് മസലുള്ളത്? ഏത് ആയത്തിലും ഹദീസില രാജഗോപാലിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മസലയുള്ളത്? എന്നിട്ട് വിശാലമായൊരു സമ്മേളനം, ആ സമ്മേളനത്തിലേക്ക് പലരും വരും. ഒരു പക്ഷേ വഹാബികൾ വന്നിട്ടുണ്ടാകും, ജമാഅത്തുകാർ വന്നിട്ടുണ്ടാകും, തബ്ലീഗുകാർ വന്നിട്ടുണ്ടാകും, RSSന്റെ ആളുകൾ വന്നിട്ടുണ്ടാകും. വിശാലമായ സമ്മേളനമല്ലേ? പ്രത്യേകിച്ച് അവരുടെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും വിൽക്കാൻ വേണ്ടി പല ആളുകൾ കൂടുന്ന സ്ഥലത്ത് സ്റ്റാളുണ്ടാകും, ബുക്ക് സ്റ്റാളുണ്ടാകും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതേ രൂപത്തിൽ IPHന്റെ സ്റ്റാൾ ഉണ്ടായി, അതിൽ അവരുടെ ആളുകൾ വന്നു. ഇതിനെന്താ പ്രശ്നമുള്ളത്? എന്നിട്ട് ഇതിന്റെ പേരും പറഞ്ഞ് സമസ്തയുടെ ആലിമീങ്ങളെയും സമസ്തയുടെ പ്രവർത്തകരെയും കുതിര കയറേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും ചോദ്യം ചെയ്യാൻ അർഹതയുള്ള ഒരു കുട്ടിയും കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരിപ്പില്ല. ഇതിനെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഈ മുടി സുന്നികൾക്ക് യാതൊരു അവകാശവുമില്ല, ഒരു അവകാശവുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഷെയ്ഖുനാന്റെ സ്വഭാവം എന്താണ്, ഷെയ്ഖുനാന്റെ അവസ്ഥ എന്താണെന്ന് ഈ പാവം കുഞ്ഞാടുകൾക്ക് അറിയില്ല എന്ന് മാത്രം. ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. പിന്നെ ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ഞാനൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഭൂരിഭാഗം ആളുകളും മുജാഹിദുകളാണ്. അപ്പോൾ നമുക്ക് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ചില സമയത്ത് ഞാനാണ് ഇമാം നിൽക്കാറ്, പക്ഷെ ചില സമയത്ത് അവരും. അപ്പോൾ എനിക്ക് അവിടെ തുടർന്നിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ള അറബി സഹോദരന്മാരെല്ലാം ഉണ്ട്, അവരെല്ലാം പിന്നെ പലതും പറയും. അപ്പൊ ഒന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞാൽ മടക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും അവര് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കയറി വന്നിട്ട് സലാം പറയുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത്. പിന്നെ മൂന്നാമതൊരു വിഷയം കൂടിയുള്ളത്, പല സുഹൃത്തുക്കളും നമ്മുടെ ഷോക്സിന്റെ മേൽക്കൂടെ ഉള്ളെടുക്കുമ്പോൾ ഷോക്സിന്റെ മേൽക്കൂടെ തടവുന്നു, ഷോക്സ് കഴിക്കാതെ വെള്ളം തൊട്ട് തടവുന്നത് കൊണ്ടു. അങ്ങനെ തടവിയാൽ ഒളു ശരിയാകുമോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2-3 വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട സഹോദരൻ ഇവിടെ നമ്മെ കേൾപ്പിച്ചത്. ഒന്ന്, മുബ്തദിഉകളുമായി നിസ്കാരത്തിൽ തുടരുന്ന കാര്യം. മറ്റൊന്ന് സലാം പറയുക, അതുപോലെ തന്നെ സലാം മടക്കുക, ഈ വിഷയം. അതുപോലെ മറ്റൊരു വിഷയം സോക്സിന്റെ മേൽ തടവുക. ഇവിടെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. മുബ്തദിഉകളെ തുടർന്ന് നിസ്കരിക്കുക, ഇത് കറാഹത്താണ്, ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഫാസിഖിനെയും മുബ്തദിഇനെയും തുടരൽ കറാഹത്താണ്. അങ്ങനെ തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ പ്രതിഫലം അതുകൊണ്ട് നഷ്ടപ്പെടും. പക്ഷെ നിസ്കാരം സഹീഹാകും. കറാഹത്തോടുകൂടി നിസ്കാരം സഹീഹാകും. ജമാഅത്തായിക്കൊണ്ട് നിസ്കരിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം ലഭിക്കുകയില്ല, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. അതുപോലെ തന്നെ മുബ്തദിഇന് സലാം പറയേണ്ടതില്ല.
സലാം പറയേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ അവർ സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധവുമില്ല. ഇനി സഹോദരന്റെ ആ സാഹചര്യങ്ങളും മറ്റും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണ് സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. അത് അവിടെയുള്ള അവസ്ഥ എന്താണോ ആ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയുക പ്രിയപ്പെട്ട സഹോദരന് തന്നെയാണല്ലോ. പക്ഷെ മസ്അല ഇങ്ങനെയാണ്, മസ്അല ഇങ്ങനെ തന്നെ. എന്ത്? മുബ്തദിഇനെ തുടരൽ കറാഹത്താകുന്നു. മുബ്തദിഇനെ തുടർന്നാൽ നിസ്കാരത്തിൽ ജമാഅത്തിന്റെ കൂലി പ്രതിഫലം ലഭിക്കുകയില്ല. മുബ്തദിഇനോട് സലാം പറയേണ്ടതില്ല, സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല എന്നെല്ലാമാണ് മസല. പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അത് സംബന്ധമായിക്കൊണ്ട് പ്രത്യേകിച്ച് വല്ല പ്രയാസങ്ങളും ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വല്ല പ്രയാസങ്ങളും നേരിടുന്നെങ്കിൽ അതിന്റെ സാഹചര്യം ഈ മസലകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഏറ്റവും ഉചിതമായ രീതി എന്താണോ ആ രീതിയിൽ സഹോദരൻ നീങ്ങേണ്ടതുണ്ട്. അതിനർത്ഥം നിങ്ങൾ തുടർന്നോ അതേപോലെ തന്നെ നിങ്ങൾ സലാം പറഞ്ഞോ സലാം മടക്കിക്കോ എന്നല്ല. ഏറ്റവും ചുരുങ്ങിയത് സലാം മടക്കുകയാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലും എന്നാൽ യഥാർത്ഥത്തിൽ സലാം മടക്കലല്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള പല രൂപങ്ങൾ നമുക്ക് സ്വീകരിക്കാമല്ലോ. അത് അവിടുത്തെ സാഹചര്യം എന്താണോ അവിടെ ഏറ്റവും ഉചിതമായി തോന്നുന്ന രീതി എന്താണോ ആ രീതിയാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അവിടെ സാഹചര്യം എങ്ങനെ എന്ത് എന്നുള്ളത് സഹോദരന് തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയുക. അതുകൊണ്ട് ആ രൂപത്തിൽ ചെയ്യണം. പിന്നെ ഷോക്സിന്റെ മേൽ തടവുക എന്ന കാര്യമാണ്. നമ്മുടെ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സാധാരണ നാം ഉപയോഗിക്കുന്ന ഷോക്സിന്റെ മേൽ തടവുക എന്ന മസല ഇല്ല. എന്നാൽ മാലിക്കി മദ്ഹബിലെയും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെയും ചില ഇമാമുമാരുടെ അഭിപ്രായ പ്രകാരം നാം സാധാരണ ഉപയോഗിക്കുന്ന ഷോക്സ് ആണെങ്കിലും അതിന്റെ മേൽ തടവിയാലും നിസ്കാരം സഹിയാകും, ഉളു സഹിയാകും എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ അതുകൊണ്ട് നാമും ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം നാം ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബിൽ അനുസരിച്ച് ഒരിക്കലും ഇങ്ങനെ ചെയ്യുക എന്ന മസലയില്ല. ഇനി മറ്റ് മദ്ഹബിലുള്ള അഭിപ്രായ പ്രകാരമാണ് നാം നിർവഹിക്കുന്നതെങ്കിൽ ഈ ഷോക്സിന്റെ മേൽ തടവുക എന്ന പ്രവർത്തനമല്ലാത്ത ഉളുവിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നാം ഏത് മദ്ഹബിലേക്ക് മാറുന്നോ ആ മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല മദ്ഹബ് മാറിക്കൊണ്ടാണ് ഞാൻ ഈ അമൽ ചെയ്യുന്നത് എന്ന് നിയ്യത്ത് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മദ്ഹബിലേക്ക് മാറുന്നോ ആ മദ്ഹബിൽ നിസ്കാരത്തിന്റെ ഉളുവിന്റെ മസ്അലകൾ എന്താണോ രൂപങ്ങൾ എന്താണോ ആ രൂപങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റൂ. ചുരുക്കത്തിൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരിക്കലും ഈ പ്രവർത്തനം ശരിയല്ല. മറ്റ് മദ്ഹബിലേക്ക് ഹനഫി മദ്ഹബിലും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലുമുള്ള ചില അഭിപ്രായ പ്രകാരം അങ്ങനെ മസ്അലയുണ്ട്. ആ അഭിപ്രായ പ്രകാരം ചെയ്യുകയാണെങ്കിൽ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ഉളുവിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ആ മദ്ഹബിന്റേതനുസരിച്ച് തന്നെ ആവേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം മസ്അലകൾ പഠിക്കുകയും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും മദ്ഹബ് മാറുകയാണെന്ന് നിയ്യത്ത് വെക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രവർത്തനം ചെയ്യാൻ പറ്റൂ. വെറുതെ നാം അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഉസ്താദേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. മനുഷ്യ ശരീരത്തിൽ ജിന്നിന് രക്തത്തിൽ കൂടി സഞ്ചരിച്ച് ദുർബോധനം ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞുതരാം ഉസ്താദേ. അസ്സലാമു അലൈക്കും. അതിന്റെ ഒരു ഇങ്ങനെ ഷോർട്സ് പിന്നെ തടവിക്കാണ്ട് ഒരാള് ഇമാം നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ തുടരുന്നത് കൊണ്ട് പിന്നെ ജമാഅത്തിന്റെ കൂലി കിട്ടുമോ എന്നാണ്. അസ്സലാമു അലൈക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഷോക്സ് തടവിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ജമാഅത്തിന്റെ കൂലി ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ നിസ്കാരം തന്നെ സഹിയാവുകയില്ല. കാരണം നമ്മുടെ വീക്ഷണ പ്രകാരം ഇമാമിന്റെ നിസ്കാരം സഹിഹല്ല. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നമ്മുടെ വീക്ഷണ പ്രകാരം മഅ്മൂമിന്റെ വീക്ഷണ പ്രകാരം ഇമാമിന്റെ നിസ്കാരം സഹിഹല്ലാത്തത് കൊണ്ട് ജമാഅത്തിന്റെ കൂലി ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല ആ നിസ്കാരം തന്നെ സഹിഹാവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നു ഉസ്താദേ. മനുഷ്യ രക്തത്തിലൂടെ സഞ്ചരിച്ച് ശൈത്താന് കഴിവുണ്ടെന്ന് പറയുന്നു. ഇതിന്റെ വിശദീകരണം ഒന്ന് പറയാമോ ഉസ്താദ്? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെട്ടെന്ന് മൈക്ക് എടുക്കാൻ സാധിക്കുന്നില്ല, അതാണ് ടൈം വൈകിയത്.
മനുഷ്യ ശരീരത്തിലൂടെ പിശാച് സഞ്ചരിക്കുന്നതിനെ കുറിച്ചാണ് സഹോദരൻ ചോദിച്ചത്. തീർച്ചയായും പിശാച് രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെയെല്ലാം തന്നെ സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. ഇന്ന ശൈത്താന ലയജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തുകൂടെ എല്ലാം തന്നെ പിശാചും സഞ്ചരിക്കും എന്ന് ഹദീസുണ്ട്. അത് തീർച്ചയാണ്. ആ ഹദീസ് സഹിഹായ ഹദീസാണ്. അതിൽ പറയപ്പെട്ട കാര്യവും ശരിയാണ്. മഹാന്മാരായ ഇമാമുമാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള ഹദീസ് വ്യാഖ്യാതാക്കൾ പല രൂപത്തിലും വിശദീകരിക്കുന്നു. അഥവാ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന വേദന, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന വേദന, അത് കൈവേദനയാവാം, കാലുവേദനയാവാം, ഊരവേദനയാവാം, തലവേദനയാവാം, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന വേദന. ഈ വേദന ഒരു പക്ഷേ ഈ പിശാചുണ്ടാക്കുന്ന വേദനയാകാം. കാരണം ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ ആ ഭാഗത്തുകൂടെയെല്ലാം തന്നെ പിശാചും സഞ്ചരിക്കും. ഇത് ഹദീസാണ്. പിശാചും സഞ്ചരിക്കും. ഇങ്ങനെ പിശാച് സഞ്ചരിച്ചുകൊണ്ട് ഓരോ ഭാഗങ്ങളിലും അവയവങ്ങളിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമായിക്കൊണ്ട് വേദന നമുക്ക് പിശാചിന്റെ പ്രവർത്തനം മൂലം ഉണ്ടാവാം. ഇത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ്. മറ്റൊന്ന് ഉറക്കമില്ലായ്മ. ഇതും പിശാച് മനുഷ്യ ശരീരത്തിൽ കയറുകയും രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തൂടെയെല്ലാം തന്നെ സഞ്ചരിക്കുകയും ചെയ്തതിന്റെ ഫലമായിക്കൊണ്ടാവാം ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ വയറു സംബന്ധമായ രോഗങ്ങൾ, ഇത് ഒരു പക്ഷേ പിശാചിന്റെ ഈ പ്രവർത്തനം കൊണ്ടാവാം. ഇതേ രൂപത്തിൽ പിശാച് നമ്മുടെ ആന്തരിക അവയവമാകുന്ന ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ശാരീരികമായ ഹൃദയത്തിനുണ്ടാകുന്ന വേദന പോലെയുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ തെറ്റായ ചിന്തകളും ഒരു പക്ഷേ പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാം. ഇതും പിശാചിനെ കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ആ പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്നും മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലൂടെ തന്നെ വളരെ സൂക്ഷ്മമായ വഴികളിലൂടെ പോലും പിശാച് സഞ്ചരിക്കുമെന്നും ഹദീസിലുണ്ട്. അങ്ങനെ ഹദീസിനെ ഇമാമാർ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. അങ്ങനെ പിശാച് സഞ്ചരിക്കുമ്പോൾ അതുമൂലം വേദന, കടച്ചിൽ, തരിപ്പ്, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ദഹനക്കേട് പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. അതേ രൂപത്തിൽ പിന്നെ ഹൃദയത്തിലേക്ക് പിശാച് പ്രവേശിച്ചുകൊണ്ട് അവിടെ തെറ്റായ പല ചിന്തകളും പല പ്രേരണകളും ഉണ്ടാക്കാം. ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ഇതുപോലെയുള്ള മഹാന്മാർ വിശദീകരിച്ച കാര്യമാണ്. മറ്റുള്ളവര് പിന്നെ ഞാൻ ഇപ്പം അങ്ങനെ ഒരു ഇമാം നിൽക്കുന്ന ഒരാള് അയാൾ വേറൊരു മദ്ഹബാണെങ്കിൽ തുടരുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്. ഈ വേറെ മദ്ഹബാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അദ്ദേഹത്തോട് ചോദിക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നാമത്തെ വിഷയം. രണ്ടാമതൊരു വിഷയമുള്ളത്, പിന്നെ ഇപ്പൊ നമ്മള് ഒരു നിസ്കാരം ഇമാമിന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കുകയാണ്. അപ്പൊ തുടർന്ന് നിസ്കരിക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ റക്കായത്തിലാണ് നമ്മൾ എത്തിയത്, അല്ലെങ്കിൽ മൂന്നാമത്തെ റക്കായത്തിലാണ് എത്തിയത്. അങ്ങനെ എത്തിയ സമയത്ത് നമുക്ക് പിന്നെ അത് മറന്നു പോയിട്ട് നമ്മൾ ഇമാം സലാം വിട്ടുമ്പോൾ കൂടെ നമ്മൾ സലാം വീട്ടി. അങ്ങനെയാണെങ്കിൽ സലാം വീട്ടി കഴിഞ്ഞ ശേഷം അപ്പൊ പിന്നീട് സലാം വീട്ടി കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് 2 റക്അത്തായിട്ടുള്ളൂ. അപ്പോൾ എണീറ്റ് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ അതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാമ് മറ്റു മദ്ഹബ് ആണെങ്കിൽ നമുക്ക് തുടരാൻ പറ്റുമോ, നമ്മുടെ നിസ്കാരം സഹിയാകുമോ എന്ന. ഇമാമ് ഏത് മദ്ഹബ് ആണെങ്കിലും നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ഇമാമിന്റെ നിസ്കാരം സഹിഹാവണം. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് മഅ്മൂമിന്റെ മദ്ഹബ് അനുസരിച്ച് ഇമാമിന്റെ നിസ്കാരം സഹീഹാണെങ്കിൽ മാത്രമേ ഈ തുടർച്ച സഹിയാവുകയുള്ളൂ, മഅ്മൂമിന്റെ നിസ്കാരം സഹിയാവുകയുള്ളൂ. ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ശാഫിഇകളാകുന്ന നമ്മുടെ വീക്ഷണപ്രകാരം, നമ്മുടെ മസല പ്രകാരം ഇമാമിന്റെ നിസ്കാരം സഹീഹാവ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ തുടർച്ച സഹീഹല്ല, നമ്മുടെ നിസ്കാരം സഹീഹാവുകയില്ല. പിന്നെ ഇമാമ് ഏത് മദ്ഹബുകാരനാണ് എന്ന് എങ്ങനെ അറിയും? ഇമാം ഇന്നാലിന്റെ മദ്ഹബുകാരനാണ് എന്ന് അയാളോട് ചോദിച്ചറിയുകയോ അങ്ങനെയുള്ള സൂക്ഷ്മമായ പരിശോധനയുടെയോ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള അവസ്ഥയനുസരിച്ച് പ്രത്യേകം മനസ്സിലാക്കണം,
ഇമാമ് ഏത് മദ്ഹബുകാരനാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. അതുപോലെയുള്ള സൂക്ഷ്മമായ അന്വേഷണങ്ങളുടെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തകരാറില്ലെങ്കിലും അങ്ങനെ വേണമെന്നില്ല. പ്രത്യക്ഷത്തിലുള്ള അവസ്ഥയനുസരിച്ച് ഇമാമിന്റെ നിസ്കാരം സഹിഹായാൽ മതി. പ്രത്യക്ഷത്തിലുള്ള അവസ്ഥയനുസരിച്ച്, അതായത് പ്രത്യക്ഷത്തിൽ ഒരു ഇമാമിനെ നാം വീക്ഷിക്കുമ്പോൾ ആ ഇമാം ഇന്നാലിന്റെ മദ്ഹബുകാരനാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ നാമും ആ മദ്ഹബിലേക്ക് മാറുകയോ അതല്ലെങ്കിൽ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അയാളുടെ നിസ്കാരം സഹിഹാവാൻ വല്ല ചാൻസും ഉണ്ടെങ്കിൽ പിന്നെ തുടരുകയും ആവാം. അതായത് ഇവിടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട കാര്യം മറ്റു മദ്ഹബുകളെ കുറിച്ചും മറ്റു അഭിപ്രായങ്ങളെ കുറിച്ചും മദ്ഹബ് മാറേണ്ടുന്ന അവസ്ഥകളെ കുറിച്ചും ഈ മഅ്മൂമിന് ഒരു ധാരണയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ധാരണയുണ്ടായിരിക്കും. അങ്ങനെ ധാരണയില്ലാത്ത, ആ പ്രാഥമികമായ വിവരങ്ങളില്ലാത്ത മഅ്മൂമിങ്ങളാണെങ്കിൽ അറിവുള്ള ആളുകളോട് അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് നാം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഇമാമിനെ വിലയിരുത്തിക്കൊണ്ട് തുടരാൻ പാടില്ല. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നിസ്കാരം സഹിയാവൽ അല്ലാതെ വരും. പിന്നെ മറന്നുകൊണ്ട് ഒരു മസ്ബൂക്ക് ഇമാമ് സലാം വീട്ടുമ്പോൾ സലാം വീട്ടി, ഇമാമ് സലാം വീട്ടുന്ന സമയത്ത് മസ്ബൂക്ക് എണീറ്റ് ബാക്കി നിസ്കരിക്കേണ്ടതിന് പകരം മസ്ബൂക്കും സലാം വീട്ടിയാൽ എന്തു ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവർക്കും പലപ്പോഴും മറന്നുകൊണ്ട് സംഭവിക്കാറുള്ള ഒരു വിഷയമാണ്. അതിന്റെ മസലയും എല്ലാവർക്കും അറിയാം. അഥവാ അങ്ങനെ മറന്നുകൊണ്ട് സലാം വീട്ടിയാൽ സമയം വൈകിയിട്ടില്ലെങ്കിൽ, സാധാരണ സ്ഥിതി അനുസരിച്ച് സമയം വൈകിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ എണീറ്റ് നിൽക്കുകയും ബാക്കി നിസ്കാരം നിർവഹിച്ചാലും മതി. സാധാരണ സ്ഥിതി അനുസരിച്ച് സമയം വൈകാതിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് വിഷയങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുക, കൂടുതൽ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി. സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചത് 2 മിനിറ്റ് എന്നുള്ളതാണ്. ഈ 2 മിനിറ്റ് സമയം ഒരുപാട് സംസാരങ്ങൾ, മറ്റ് ആളുകളോട് ഒരുപാട് സംസാരങ്ങൾ, അതല്ലെങ്കിൽ ഖബീലയുടെ ഭാഗത്തുനിന്ന് തെറ്റിക്കൊണ്ടുള്ള സംസാരങ്ങൾ, ഇങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെറും ഒരു 2 മിനിറ്റ് എന്നുള്ളത് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം സമയം വൈകാതിരിക്കുക എന്നുള്ളതിനെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പല രൂപത്തിലും വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഫർളുകൾ മാത്രം എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം എന്ന രൂപത്തിലാണ് അധിക പണ്ഡിതന്മാരും ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ ഈ 2 മിനിറ്റ് എന്ന സമയം അത് പ്രശ്നമുള്ള സമയമല്ല. പക്ഷേ അധിക സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഖിബലയുടെ ഭാഗത്തു നിന്നുകൊണ്ട് തെറ്റിക്കൊണ്ട് അധിക നടത്തങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടല്ലോ? എൻ്റെ ചോദ്യം, നമ്മൾ സാധാരണ ഓഫീസിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ സോക്സ് ഇട്ട ആൾ നമസ്കരിക്കാറുണ്ട്. അപ്പോൾ അവർ ഒതു എടുത്തിട്ടുള്ള എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും മിക്കവാറും അവർ ഞാൻ മനസ്സിലാക്കുന്നത് അവർ തടവിക്കൊണ്ടാണെന്നാണ്. ഈ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് അനഫി ഇത് പ്രകാരം ഒതു എടുത്തിട്ട് അനഫിയുടെ രീതിയിലുള്ള പിന്നെ ഒരു നമസ്കാരം എന്നുള്ളതൊക്കെ അവരുടെ കൂടെ തുടരാൻ പറ്റുമോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരൻ മൈക്കെടുത്ത് മൈക്ക് പിന്നെ ഒഴിവാക്കാൻ, മൈക്ക് ഫ്രീ ആക്കാൻ മറന്നതാണോ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ലോട്ടിട്ടത്. പിന്നെ ഇങ്ങനെ ഒരു ഇമാമ് നിസ്കരിക്കുമ്പോൾ ഷോക്സ് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നു. അപ്പോ പിന്നെ നമ്മൾ തുടരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീക്ഷണപ്രകാരം, മഅ്മൂമിന്റെ വീക്ഷണപ്രകാരം ഇമാമിന്റെ നിസ്കാരം സഹീഹാവണം. അപ്പൊ നമ്മൾ ശാഫിഈയാണ്, ഈ ഇങ്ങനെ ചെയ്യുന്ന ഇമാമും മറ്റേതോ മദ്ഹബുകാരനുമാണ്. ഈ രൂപത്തിൽ ഒരിക്കലും നാം അവരെ തുടരാൻ പാടില്ല. അദ്ദേഹം ഇന്നാലിന്റെ മദ്ഹബ് അനുസരിച്ചാണ്, സ്വീകരിക്കപ്പെടുന്ന മദ്ഹബ് അനുസരിച്ചാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടെങ്കിൽ, അങ്ങനെ ധാരണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മദ്ഹബിലേക്ക് മാറിക്കൊണ്ട് നിസ്കരിക്കാം, അദ്ദേഹത്തെ തുറന്നുകൊണ്ട് നിസ്കരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മദ്ഹബിലേക്ക് മാറിക്കൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള വിഷയമല്ല. എന്തുകൊണ്ടെന്നാൽ ഒരു നിസ്കാരത്തെ നാം ഒരു മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന വുളൂ അതും ആ മദ്ഹബ് അനുസരിച്ച് തന്നെ ആവണം എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അപ്പൊ മറ്റൊരു മദ്ഹബിലേക്ക് നാം മാറുമ്പോൾ നാം ഏതൊരു മദ്ഹബിലേക്കാണോ മാറുന്നത് ആ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം എങ്ങനെയാണ്, വുളൂ എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ നാം വ്യക്തമായി മനസ്സിലാക്കൽ അനിവാര്യമായിരിക്കും. യഥാർത്ഥം നാം നിലനിൽക്കുന്ന മദ്ഹബിനെ കുറിച്ച് തന്നെ നിസ്കാരത്തിന്റെ രൂപങ്ങളെക്കുറിച്ചോ വുളൂവിന്റെ രൂപങ്ങളെക്കുറിച്ചോ നമുക്ക് വേണ്ടതുപോലെ അറിയില്ല. ഒരുപാട് കാലങ്ങളായി
നാം ഷാഫിയിലായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഉളൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്താണ് നിസ്കാരത്തിന്റെ യഥാർത്ഥ രൂപം, ഉളൂവിന്റെ ഷർത്തുകളും ഫർളുകളും അതിന്റെ മസലകളും എങ്ങനെയാണെന്ന് നാം ഒരുപാട് കാലമായി സ്വീകരിച്ചു പോരുന്ന ഷാഫി മദ്ഹബിനെ കുറിച്ച് തന്നെ അറിയാത്ത സാഹചര്യത്തിൽ നാം മദ്ഹബ് മാറിക്കൊണ്ട് മറ്റൊരു മദ്ഹബിലേക്ക് മാറിക്കൊണ്ട് മറ്റൊരു ഇമാമിനെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ തീർച്ചയായും ആ മദ്ഹബിലുള്ള നിസ്കാരം എങ്ങനെ, ഉളു എങ്ങനെ എന്ന് അറിയേണ്ടതുണ്ട്. അത് അറിയാതിരിക്കുമ്പോൾ പിന്നെ മദ്ഹബ് മാറൽ എന്ന വിഷയം പ്രയാസമുള്ള വിഷയമായിരിക്കും. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീക്ഷണപ്രകാരം ഇമാമിന്റെ നിസ്കാരം സഹീഹല്ല എന്നുണ്ടെങ്കിൽ ആ ഇമാമിനെ തുടരാൻ പറ്റൂല. പിന്നെ അദ്ദേഹത്തിന്റെ മദ്ഹബ് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ആ മദ്ഹബിലെ മസ്അലകളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മദ്ഹബ് മാറുക എന്നുള്ളത് നമുക്കൊരു മാർഗമാണ്, ഒരു വഴിയാണ്. പിന്നെ അങ്ങനെ മദ്ഹബ് മാറുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം, ഒരു നിസ്കാരത്തിന് വേണ്ടി ഒരു മദ്ഹബ്, മറ്റേ നിസ്കാരത്തിന് വേണ്ടി വേറൊരു മദ്ഹബ്, രാവിലെ സമയത്തൊരു മദ്ഹബ്, കുറച്ച് കഴിഞ്ഞാൽ വേറൊരു മദ്ഹബ്, ഇങ്ങനെ മദ്ഹബ് മാറൽ കൊണ്ട് ഫാസിഖായി തീരുമെന്ന് ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മദ്ഹബിലേക്ക് മാറിയാൽ പിന്നെ ആ മദ്ഹബിൽ തന്നെ നിൽക്കണം. ഓരോ സമയത്തും ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഓരോ ഇബാദത്തുകൾക്ക് വേണ്ടി മദ്ഹബ് ഇങ്ങനെ മാറുക എന്നുള്ളത് ഫിസ്കുണ്ടാക്കി തീർക്കുന്ന കാര്യമാകുന്നു എന്നാണ് ബിഗ്യത്തുൽ മുസ്തർശിദീനിൽ പറയുന്നത്. അതുകൊണ്ട് മദ്ഹബ് മാറുക എന്ന വിഷയം താരതമ്യേന പ്രയാസമുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരം സഹിഹാവാൻ അവിടെ ഏറ്റവും ഉചിതമായ മാർഗം എന്താണോ അങ്ങനെയുള്ള മാർഗം സ്വീകരിക്കലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ശൈത്താന്റെ പ്രവർത്തനം അപ്പോൾ രണ്ട് തരത്തിലുണ്ടോ? മനുഷ്യ മനസ്സിൽ ദുർബോധനം ചെയ്യുന്നത്, ഇപ്പൊ നമ്മ ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാല് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദ്? ഹലോ സാർ, നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ശൈത്താനും, അതുപോലെ തന്നെ രക്തത്തിൽ കൂടി കയറാൻ വേറൊരു ശൈത്താൻ, അങ്ങനെ ഒരു ഇനങ്ങളുണ്ടോ ഇതിന്? തീർച്ചയായും പിശാച് പല ഇനങ്ങൾ തന്നെയാണ്. പല ഇനങ്ങളിലുള്ള പിശാചുക്കളുമുണ്ട്. ഹദീസിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വുളൂ ചെയ്യുമ്പോൾ വസ്വാസ് ഉണ്ടാക്കാനുള്ള ശൈത്താൻ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയ വിശ്വാസികളെ വസ്വാസിലാക്കാനുള്ള പ്രത്യേക പിശാച്, അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളുടെ രൂപം പ്രാപിച്ചുകൊണ്ട് അഹ്ലുകാരിലേക്ക് വന്നുകൊണ്ട് അവരെ പേടിപ്പെടുത്താനും അവരെ തെറ്റായ ധാരണകളിലേക്കും ചിന്തകളിലേക്കും കൊണ്ടുപോകുവാനുള്ള ഒരു പിശാച്, ഇങ്ങനെ പല രൂപത്തിലും പിശാചുക്കളുണ്ട്. അത് ഹദീസിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ശരീരത്തിലേക്ക് പിശാച് പ്രവേശിക്കുമെന്നും രക്തം സഞ്ചരിക്കുന്ന ഓരോ ഭാഗത്തു കൂടിയും പിശാച് സഞ്ചരിക്കുമെന്നെല്ലാം ഹദീസിലുണ്ട്. ഇങ്ങനെ രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തിലൂടെയെല്ലാം പിശാച് സഞ്ചരിച്ചുകൊണ്ട് എന്താണ് പിശാച് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുക, ഇതിനെയാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ വിശദീകരണം, ഖസ്തലാനിയുടെ വിശദീകരണം. അഥവാ മനുഷ്യ ശരീരത്തിലൂടെ രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തേക്കെല്ലാം പിശാച് സഞ്ചരിക്കുകയും അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദനകൾ ഉണ്ടാക്കുകയും കടച്ചിലുണ്ടാക്കുകയും ഹൃദയത്തിലേക്കാണ് പിശാച് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ തെറ്റായ ധാരണകളെ, അതുപോലെ തന്നെ വൈകാരികമായ ചിന്തകളെ, ഇങ്ങനെയുള്ള പല ദുർബോധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അഥവാ തെറ്റായ തോന്നിപ്പിക്കലുകൾ, തെറ്റായ തരത്തിലുള്ള ചിന്തകൾ, ഇതൊക്കെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പിശാച് പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടാകും. അതിന് പുറമെ ശാരീരികമായ വേദനകൾ പോലെയുള്ള പ്രയാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാക്കും. എത്രത്തോളം ഒരു മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും വ്രണങ്ങളോ അതല്ലെങ്കിൽ മുറിവുകളോ ഉണ്ടെങ്കിൽ ആ മുറിവിലേക്കും വ്രണങ്ങളിലേക്കും പിശാച് പ്രവേശിച്ചുകൊണ്ട് എത്ര മരുന്ന് വെച്ചാലും ഉണങ്ങാത്ത അവസ്ഥയിൽ അതിങ്ങനെ പഴുത്തൊലിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ വരെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന പിശാച് മനുഷ്യരിൽ ഉണ്ടാക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമന്മാർ കിതാബ് ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ പിശാചുക്കൾ പല ഇനങ്ങളിലുണ്ട്. പലരും പല രൂപത്തിലും പ്രവർത്തിക്കുന്നവരാണ്. മൂത്രപ്പുരയിൽ, അതുപോലെ തന്നെ കുളിക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ ശരീരത്തിൽ പ്രവേശിക്കുന്ന പ്രത്യേക പിശാചുക്കൾ, അത് ഭാര്യ ഭർത്താക്കന്മാർ അവർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ വസ്വാസ് ഉണ്ടാക്കുവാനും അതിൽ ആവുകയും ചെയ്യുന്ന പ്രത്യേകമായ ചില പിശാചുക്കൾ, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നവരെ തടസ്സപ്പെടുത്തുന്ന പ്രത്യേകമായ ചില പിശാചുക്കൾ, ഇങ്ങനെ പിശാചുക്കൾ പല രൂപത്തിലാണ്, പല പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റേ സഹോദരൻ അദ്ദേഹത്തിന് ധാരാളം ചോദിക്കാറുണ്ട്. അൽഹംദുലില്ലാ, ഈ നമ്മുടെ ക്ലാസ് അദ്ദേഹം വളരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സഹോദരൻ കൂടിയാണ്. ഏതായാലും ശരി, ഇനിയും അദ്ദേഹത്തെ മൈക്കെടുത്ത് ചോദിക്കാം. പിന്നെ ഞാൻ സംസാരിക്കാൻ കേൾക്കണില്ലേ? അപ്പോൾ ഉണ്ടല്ലേ? കേൾക്കണില്ലേ? ഓക്കെ. പിന്നെ അതേ സമയത്ത് നാട്ടിൽ അബ്ദുൽ ഗഫൂർ അൻവരി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. UAE 12, നാട്ടിൽ 1:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഗഫൂർ അൻവരി എത്ര സമയമാണ് ഇരിക്കാൻ സാധിക്കണം വെച്ചാൽ അത്ര ഇരിക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ യാതൊരു വിഷയമൊന്നുമില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യക്കുറവുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയം. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറ്റുള്ള അങ്ങനെ അതൊന്നല്ല, ഇത്രയും വിഷയമാണ് നമ്മുടെ ഈ ഇങ്ങനെ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയമാണ് ഇവിടെ അതിനുവേണ്ടാണ് നമ്മൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തുറക്കുന്നതിന് ജനങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന വിഷയങ്ങൾ ചോദിച്ചറിയുക, അതിന് അവർക്ക് സംശയം തീർക്കാനുള്ള അവസരം ഉണ്ടാവുക. അതുകൊണ്ട് ഗഫൂർ അൻവരിക്ക് എത്ര സമയമാണ് ഈ ക്ലാസ് എടുക്കാൻ പറ്റുക അത്രയും ഇരിക്കാം. അതേസമയത്ത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് പിന്നെ മൈക്കെടുത്ത് വിവരം പറയുകയും ചെയ്യാം എന്ന് പറയാണ്. ഞാനത് പറയാനുള്ള കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ സംശയം ഉള്ളത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഇവിടെ പരസ്യം കണ്ടു. നമ്മുടെ സഹോദരൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണത് ഒരു മദ്രസ ഞങ്ങളുടെ നാട്ടിലൊന്നല്ല. അൽഹംദുലില്ലാ, നമ്മുടെ നാട് ഇങ്ങനത്തെ എല്ലാ വിഷയങ്ങളിലും വളരെ പരിശുദ്ധമാണ്. അൽഹംദുലില്ലാ, അങ്ങനത്തെ യാതൊരു ഫിത്നയും ഫസാദും ഒരു മുജാഹിദ് ജമാഅത്ത് മുടി വിഭാഗം ഒന്നുമില്ലാത്ത വളരെ പരിശുദ്ധമായ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്നാൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വളരെ ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കുറച്ചു കാലമായിട്ട് അവിടുത്തെ മദ്രസ മറുവിഭാഗത്തിൻ്റെ കയ്യിലായിരുന്നു. ആ മറുവിഭാഗത്തിലേക്ക് ആവാൻ ആരാണോ കൂടുതൽ ശ്രമിച്ചത് ആ ആൾ മുൻകൈ എടുത്തുകൊണ്ട് ഇന്ന് ആ മദ്രസയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വിഷയം മുടിയാണ്. ഈ മുടിയുടെ കള്ളത്തരം ആ മനുഷ്യന് മനസ്സിലാവുകയും അയാൾ തന്നെ ഇന്നത്തെ കമ്മിറ്റി യോഗത്തിൽ ആ വിഷയം മുമ്പോട്ട് വെക്കുകയും അങ്ങനെ ആ മദ്രസ സമസ്തയെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെ അത് സാധാരണ മഹല്ലുമല്ല, അത് പൂർവികരായ പല മഹാന്മാരൊക്കെ പിന്നെ അവിടെ അന്ത്യവിശ്രമം കൊടുക്കുന്ന ഒരു മഹല്ലിലാണ് ആ മദ്രസ എന്നുകൂടി അറിയിക്കുന്നു. എന്നിട്ട് അവിടെ അവരൊക്കെ ആ മദ്രസ ഉണ്ടാക്കി, നമ്മുടെ ആളുകളൊക്കെ അവിടെ വേറെ മദ്രസ ഉണ്ടാക്കി പഠനമൊക്കെ തുടങ്ങി. അതും വളരെ ഉഷാറായി നടക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ അവരുടെ ആ മദ്രസ കൂടി സമസ്തയെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത. അപ്പം അതാണ് നമ്മുടെ ഈ വിഷയം ചെറുതല്ല. ഈ മുടിപ്പങ്ങൾ ഓരോ ഇതിന്നൊക്കെ കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് ഓരോ ജമാഅത്ത് ഇസ്ലാമി മറ്റൊക്കെ പറഞ്ഞു നടക്കുകയാണ്. അതാണ് സകല മനുഷ്യന്മാരും സമസ്തയിലേക്ക് ഇങ്ങനെ കുത്തിയൊഴുക്കാണ്. ഇപ്പോൾ സകല മനുഷ്യന്മാരും സമസ്തയുടെ ഭാഗത്താണ് ഹക്ക് എന്ന കാര്യം ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് മുജാഹിദിനൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ അവരും സമസ്തയിലേക്ക് വരും എന്ന് നമുക്ക് ഹിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മൈക്ക് കൈമാറുന്നു. അതുകൊണ്ട് സാധിക്കുന്നത്ര ഗഫൂർ അൻവരി പിന്നെ മാഷാ അല്ലാഹ് അദ്ദേഹത്തിന് സാധിക്കുന്നത്ര പിന്നെ 1:45 ഓക്കെ. ഇന്ത്യൻ സമയം 1:45 എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ 1:30. അപ്പോൾ 15 മിനിറ്റ് കൂടി സമയമുണ്ട്. 15 മിനിറ്റ് കൂടി ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് അറിയിക്കുകയാണ്. ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ പോലത്തെ സാധാരണ പ്രവർത്തകർക്ക് ഉസ്താദിന്റെ ക്ലാസ് വളരെ ഉപകാരമാണ്. ഞാൻ അധിക സമയത്ത് ഉണ്ടാവാറുണ്ട്, പക്ഷെ ചിലപ്പോൾ മൈക്കെടുക്കാറില്ല. ഉസ്താദിനൊരു സംശയം ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പം പിന്നെ ഈ നെര്യാണിക്ക് താഴെ ഡ്രസ്സ് ധരിക്കൽ തെറ്റാണെന്നറിയാം. പക്ഷെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന അധിക പാൻസും എല്ലാം നെര്യാണിക്ക് താഴെയാണ്. അതിപ്പോൾ മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രശ്നമാണ്. അതിനിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരൻ സൂചിപ്പിച്ചൊരു വിഷയം നമ്മുടെ പല ആളുകളും പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ്, പലരും. പക്ഷേ നമ്മുടെ ഈ നിയമങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു ഇളവും ആ വിഷയത്തിൽ കാണുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ മറ്റ് മദ്ഹബുകളിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സംഗതിയല്ല. ഹദീസിൽ വളരെ വ്യക്തമായി വിരോധിക്കപ്പെട്ട ഒരു കാര്യമാണത്. എല്ലാ ഇമാമുമാരും ഈ കാര്യം
വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും മദ്ഹബുകളിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെങ്കിൽ നമുക്ക് തൽക്കാലം ആ മദ്ഹബിന്റെ അഭിപ്രായം എന്ന രൂപത്തിൽ നമുക്ക് ആ വിഷയത്തെ സമീപിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുക, അത് പിന്നെ പാന്റ് ആണെങ്കിലും മറ്റ് ഏത് വസ്ത്രമാണെങ്കിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്ത വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം അതിന് നിരുത്സാഹപ്പെടുത്തുകയും വളരെ മോശമായിക്കൊണ്ട് അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എന്താണോ അതിന് സ്വീകരിക്കാവുന്ന മാർഗം എന്നുള്ളതിനെ കുറിച്ച് പ്രിയപ്പെട്ട സഹോദരൻ ആലോചിക്കുകയും ആ രൂപത്തിൽ ചെയ്യുകയും ചെയ്യണം. അത് ഒന്നുകിലും പിന്നെ മടക്കി വെക്കലോ അതല്ലെങ്കിൽ പിന്നെ അത്രയും ഇറക്കം കുറഞ്ഞ പാൻറ്റോ, അതിന് ഏറ്റവും ഉചിതമായ വഴി എന്താണോ അത് സഹോദരൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയുക. ആ മാർഗമാണ് അതിൽ സ്വീകരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. എനിക്ക് ജനാബത്ത് കുളിയെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. നമ്മൾ ജനാബത്ത് കുളിക്കുമ്പോൾ അതിൽ വെള്ളം, അതായത് നമ്മൾ ഉപയോഗിച്ച വെള്ളം, ശരീരത്തിൽ നിന്നുള്ള വെള്ളം മറ്റ് കുളിക്കാൻ വേണ്ടി മാറ്റിവെച്ച വെള്ളത്തിലായി കഴിഞ്ഞാൽ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് അല്പമായാൽ കുഴപ്പമില്ല എന്ന് കേട്ടു. അപ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ, അതായത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ജനാബത്ത് കുളിക്കുന്നതിന് മുന്നേ ഷേവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നഖമൊക്കെ വെട്ടുമ്പോൾ ആ ഭാഗം ആദ്യം നെയ്യത്ത് വെച്ചുകൊണ്ട് കഴുകിയിട്ട്, അതായത് ഷേവ് ചെയ്യുന്ന ഭാഗം ജനാബത്ത് കുളിക്കുന്നത് കരുതിക്കൊണ്ട് കഴുകിയതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കാര്യം ഒന്ന് ക്ലിയർ ചെയ്താൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. രണ്ട് വിഷയങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ചത്. ഒന്ന്, ജനാബത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ശരീരത്തിൽ നിന്ന് ഉള്ള വെള്ളം പിന്നെ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് തട്ടിയാൽ, അതിലേക്ക് എത്തിയാൽ പിന്നെ ആ ബാക്കി വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ, ഈ വിഷയത്തെക്കുറിച്ചും മറ്റൊന്ന് ജനാബത്ത് കുളിക്കുന്നതിന്റെ മുമ്പായിക്കൊണ്ട് നഖം വെട്ടുക, അതുപോലെ തന്നെ മറ്റു രോമങ്ങൾ നീക്കുക, ഈ വിഷയത്തെക്കുറിച്ചും. ആദ്യം പറഞ്ഞ വിഷയം അല്പം ഒന്ന് വിശദമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. ശരീരത്തിൽ നിന്ന് ജനാബത്ത് കുളിക്ക് വേണ്ടി ഉപയോഗിച്ച വെള്ളം നാം പാത്രത്തിൽ കുളിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച വെള്ളത്തിലേക്ക് അല്പം തട്ടിയാൽ അത് പിന്നെ പ്രശ്നമാണത്. പക്ഷേ അല്പം വെള്ളമാണെങ്കിൽ അത് തകരാറില്ല. എന്നാൽ ഈ അല്പം എന്നതിന്റെ കണക്ക് എത്രയാണ്? അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ മസല തുഹഫയിൽ വളരെ വ്യക്തമായിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ വിശദീകരിക്കുന്നത് ഈ പറഞ്ഞ ഈ രൂപത്തിലാണ്. അഥവാ ബക്കറ്റിൽ കുളിക്കാൻ വേണ്ടി എടുത്തു വെച്ച വെള്ളം, ശരീരത്തിൽ നിന്ന് ആ ബക്കറ്റിലേക്ക് തെറിക്കുന്ന വെള്ളവും, ഈ ശരീരത്തിൽ നിന്ന് ബക്കറ്റിലേക്ക് തെറിക്കുന്ന വെള്ളം ഒരു കളറോ അതല്ലെങ്കിൽ ഒരു രുചിയോ ഉള്ള വെള്ളമായിക്കൊണ്ട് സങ്കല്പിക്കുക. അങ്ങനെ ഈ തെറിക്കുന്ന വെള്ളം ഒരു കളറോ രുചിയോ ഉള്ള വെള്ളമായി സങ്കല്പിച്ച് ഈ വെള്ളം ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് എത്തിയാൽ ഈ തെറിച്ച വെള്ളം കാരണത്താൽ ആ ബക്കറ്റിലുള്ള ആ പാത്രത്തിലുള്ള വെള്ളത്തിന്റെ കളറ് വ്യത്യാസപ്പെടുക, അതല്ലെങ്കിൽ രുചി വ്യത്യാസപ്പെടുക, നിറം വ്യത്യാസപ്പെടുക എന്ന അവസ്ഥയിൽ വരുത്തുമാറ് അത്ര കണ്ട് ഉണ്ടെങ്കിൽ പാടില്ല. ഇത് ഞാൻ ഈ പറഞ്ഞ മസല മനസ്സിലായോ ഇല്ലേ എന്നറിയില്ല. ഞാൻ ഒന്നും കൂടി ആ ഭാഗം പറയാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജനാബത്ത് കുളിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പാത്രത്തിലേക്ക് തെറിക്കുന്ന വെള്ളം, ആ വെള്ളം ഒരു കളറുള്ള, ഒരു ചോപ്പോ പച്ചയോ കറുപ്പോ ഇങ്ങനെ ഒരു കളറുള്ള വെള്ളമായിക്കൊണ്ട് സങ്കല്പിക്കുക. അതല്ലെങ്കിൽ ഒരു രുചിയുള്ള ഒരു രുചിയുള്ള വെള്ളമായിക്കൊണ്ട് സങ്കല്പിക്കുക. അതല്ലെങ്കിൽ ഒരു 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 കളറ്, അതുപോലെ തന്നെ രുചി, പിന്നെ വാസന, എന്തെങ്കിലും ഒരു വാസനയുള്ള വെള്ളമായിക്കൊണ്ട്, മണമുള്ള വെള്ളമായിക്കൊണ്ട് സങ്കല്പിക്കുക. എന്നാൽ ഈ വെള്ളം ആ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് എത്തിയാൽ ഈ ആ ഒരു ബക്കറ്റിലുള്ള വെള്ളത്തിന്റെ വാസന, അതുപോലെ തന്നെ രുചി, നിറം അത് പകർച്ചയാക്കുന്ന രീതിയിൽ അതിന് മാത്രം വെള്ളം തെറിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്റെ സഹോദരൻ ആ വിഷയം ക്ലിയർ ആയോ അറിയില്ല. ക്ലിയർ ആയെങ്കിൽ ഒന്ന് അടിക്കുക, ഇല്ലെങ്കിൽ പിന്നെ നോ അടിക്കുക. ഒന്നും കൂടി ആ വിഷയം വിശദീകരിക്കാം.
ഈ പറഞ്ഞ മസല വ്യക്തമായോ എന്നറിയില്ല. എന്തെങ്കിലും ഒരു അതിന്റെ വിവരണം കിട്ടിയ തരക്കേടില്ല. അതെ, മനസ്സിലായി. പിന്നെ അതെ. ഇനി ബാക്കി കാര്യം പറയാം. ജനാബത്ത് കുളി നിർബന്ധമായ വ്യക്തി അഥവാ വലിയ അശുദ്ധിയുള്ള വ്യക്തി ജനാബത്ത് ഉയർത്തുന്നതിന് മുമ്പായിക്കൊണ്ട് നഖം വെട്ടുക, രോമങ്ങൾ നീക്കുക അഥവാ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒഴിവാക്കുക, ഇത് പാടില്ലാത്ത വിഷയമാണ്. ഹദീസിൽ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. എന്നാൽ ഉദാഹരണത്തിന് ജനാബത്തുള്ള വ്യക്തി നഖം വെട്ടുകയാണെങ്കിൽ അവിടെ കുളിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നഖം വെട്ടാൻ വല്ല മാർഗവുമുണ്ടോ? തീർച്ചയായും മാർഗമുണ്ട്. എന്താണ് ആ മാർഗം? സഹോദരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിരലുകളുടെ ജനാബത്തിനെ, ഈ കയ്യിന്റെ ജനാബത്തിനെ, അതല്ലെങ്കിൽ വിരലുകളുടെ ജനാബത്തിനെ, അതല്ലെങ്കിൽ മുൻകൈയിന്റെ ജനാബത്തിനെ ഞാൻ ഉയർത്തുന്നു എന്ന നിയ്യത്തോടുകൂടി ആ മുൻകൈയിന്റെ മുകളിൽ, വിരലുകളുടെ മുകളിൽ വെള്ളം ഒഴിക്കുക, ശുദ്ധീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചാൽ ആ കയ്യിന്റെ ആ ഭാഗത്ത് ജനാബത്ത് ഉയർന്നു. പിന്നെ ആ കയ്യിന്റെ നഖം മുറിക്കാം. അതേ രൂപത്തിൽ മറ്റു രോമങ്ങളാണെങ്കിലും ആ ഭാഗത്തെ ജനാബത്ത് ഉയർത്തിയതിനു ശേഷം ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം, ജനാബത്ത് ഉയരലോടുകൂടി ചെറിയ അശുദ്ധിയും ഉയരും. അഥവാ ജനാബത്ത് കുളി കുളിച്ചവൻ പിന്നീട് ഉളു ചെയ്യേണ്ടതില്ല. ആ ജനാബത്ത് ഉയരലോടുകൂടി പിന്നെ അദ്ദേഹത്തിന് ഉളു കൂടി ലഭിക്കുമെന്നാണ് മസല, പ്രബലമായ മസല അങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ ഇപ്പൊ ശരീരത്തിന്റെ ഒരു ഭാഗത്തുള്ള ജനാബത്ത് ഉയർത്തി, എന്നിട്ട് നഖം വെട്ടി, എന്നിട്ട് പിന്നെ മറ്റു ഭാഗങ്ങൾ കൂടെ ജനാബത്ത് ഉയർത്തുമ്പോൾ ഇതിനിടയിൽ ഉളു മുറിയിന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. അഥവാ ജനാബത്ത് ഉയരലോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഉളു കൂടി ലഭിക്കുന്നു എന്ന ആനുകൂല്യം ലഭിക്കുകയില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിന് അവിടെ സാധ്യതയുണ്ട്. ആ കാര്യം ക്ലിയർ ആയോന്നറിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തകരാറില്ല. അഥവാ അതെ, അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, ഇപ്പോ ഈ ഭൗതികമായ സാഹചര്യത്തിൽ, അതായത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ സുഖങ്ങളും, ഈ തരിപ്പ്, അതുപോലെ തന്നെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദന, ഒട്ടുമിക്ക വേദനകളും നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെ അവലംബിക്കുന്നത് ഭൗതികമായിട്ടുള്ള ചികിത്സകളാണ്. ഡോക്ടർ അതുപോലെ തന്നെ മറ്റു അലോപ്പതി ചികിത്സകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ രോഗങ്ങൾ മാറുന്നതും. ഇതിന് നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും മായത്തോതിയിട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന അണുക്കളും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആധികാരികത ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഉസ്താദ് ഒന്ന് വിശദീകരിക്കാമോ? സഹോദരൻ ചോദിച്ചൊരു വിഷയം നമുക്കൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ള, അഥവാ പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വേദന, ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു കടച്ചിൽ, ഒരു തരിപ്പ് പോലെയുള്ള ഒരു സംഗതി, അത് മുഴുവനും പിശാചിന്റെ പ്രവർത്തനം കൊണ്ടാകുന്നു എന്നൊരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. ഞാൻ ഒരു ചെറിയ സംഭവം വിശദീകരിക്കാം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുന്നെങ്കിൽ ഈ രോഗത്തിനെ കുറിച്ച് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നത്, ഈ രോഗം, ഉദാഹരണത്തിന് പനി, ഒരു വ്യക്തിക്ക് പനി ഉണ്ടാകുന്നെങ്കിൽ ഈ പനി ഇദ്ദേഹത്തിന്റെ ശാരീരികമായ വല്ല വൈകല്യങ്ങളും, അഥവാ ശരീരത്തിന് ഉണ്ടാവേണ്ടുന്ന ആവശ്യമായ വല്ല കാര്യങ്ങളും, അതിനെന്തെങ്കിലും കുറവ് സംഭവിച്ചത് കൊണ്ടാവാം, ശാരീരികമായ വല്ല ഒരു തകരാറുകളും സംഭവിച്ചത് കൊണ്ടാവാം പനി ഉണ്ടാകുന്നത്. പനി എന്നതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം മാത്രം. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പനി പോലെയുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശാരീരികമായ വൈകല്യങ്ങളെ കൊണ്ടാവുകയില്ല. അഥവാ ശരീരത്തിന് നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന വിവിധ ഘടകങ്ങൾ, ആ ഘടകങ്ങളെല്ലാം തന്നെ കൃത്യമായിക്കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകും. എന്നിട്ടും അദ്ദേഹത്തിന് പനി വരും. ഇത് അദ്ദേഹം പ്രവർത്തിച്ച തെറ്റുകളുടെ ശിക്ഷയായിക്കൊണ്ടാവാം. ഇത് രണ്ടാമത്തെ രൂപം. ഇനി മൂന്നാമത്തെ രൂപം, ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുന്നു, അത് ശരീരത്തിൽ നിന്ന് ഉണ്ടാവേണ്ടുന്ന ഏതെങ്കിലും ഘടകങ്ങൾക്ക് കുറവ് സംഭവിച്ചത് കൊണ്ടല്ല,
അതല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ച തെറ്റുകൾ കാരണത്താലുമല്ല. അള്ളാഹു താല ആ വ്യക്തിയെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു താല ആ വ്യക്തിക്ക് പരി കൊടുക്കുന്നു, രോഗം കൊടുക്കുന്നു. ഇങ്ങനെയും ഉണ്ടാവാം. ഇതെല്ലാം തന്നെ ഹദീസിൽ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഇവിടെ പരീക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു താല ഒരു വ്യക്തിക്ക് രോഗം കൊടുക്കുന്നെങ്കിൽ, അതല്ലെങ്കിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ തെറ്റുകളുടെ ശിക്ഷയായിക്കൊണ്ട് അള്ളാഹു താല ഒരു വ്യക്തിക്ക് രോഗം കൊടുക്കുന്നെങ്കിൽ, ആ രോഗത്തിന് നാം കഴിക്കുന്ന മരുന്നുകൾ ഫലിക്കുകയില്ല. ചില രോഗങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ഒരു പക്ഷെ പനിക്ക് എത്ര മരുന്ന് കുടിച്ചാലും പനി മാറൂല. അതിന് പല കാരണങ്ങളും പ്രത്യക്ഷത്തിൽ നാം പറയും. എന്താണ് രോഗമെന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അതല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് നമുക്ക് വേണ്ടതുപോലെ കുടിക്കാൻ സാധിച്ചില്ല, അത് കഴിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇങ്ങനെ പല കാരണങ്ങളും നാം പറയും. ഇത് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നത് നമുക്കുണ്ടാകുന്ന രോഗം ഒരുപക്ഷെ ശരീരത്തിനുണ്ടാവേണ്ടുന്ന ഘടകങ്ങൾ, വ്യത്യസ്ത ഘടകങ്ങൾക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചത് കൊണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രോഗം മാറും. ഒരുപക്ഷെ രോഗമുണ്ടാകുന്നത് ശാരീരികമായ കുറവുകളൊക്കെ ഉണ്ടാവുകയില്ല, ചെയ്ത തെറ്റുകളുടെ ശിക്ഷ എന്ന രൂപത്തിലാവാം. അങ്ങനെയാകുമ്പോൾ ഏത് ഡോക്ടറെ കാണിച്ചതുകൊണ്ട്, ഏത് വലിയ ആശുപത്രിയിൽ പോയതുകൊണ്ട് രോഗം സുഖപ്പെടുകയില്ല. അതല്ലെങ്കിൽ രോഗമുണ്ടാകുന്നത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത കാരണത്താലോ ശാരീരികമായ കുറവുകൾ ഉണ്ടായതുകൊണ്ടോ ആവുകയില്ല. അള്ളാഹു തആല വ്യക്തിയെ പരീക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചു. ആ പരീക്ഷണത്തിന്റെ ഭാഗമായിക്കൊണ്ടാവാം. അങ്ങനെയാകുമ്പോഴും ഡോക്ടറെ കണ്ടതുകൊണ്ടോ മരുന്ന് കുടിച്ചതുകൊണ്ടോ രോഗം സുഖപ്പെടുകയില്ല. ഇതാണ് മൊത്തത്തിൽ രോഗങ്ങളുടെ അവസ്ഥ. ഇതേ കാര്യം തന്നെയാണ് പിശാച് മുഖേന വേദന ഉണ്ടാകും എന്ന് പറഞ്ഞ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് കാലിനോ കയ്യിനോ ഏതെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടാകുന്നെങ്കിൽ അത് ശാരീരികമായ രോഗമാവാം, അതല്ലെങ്കിൽ പൈശാചികമായ രോഗമാവാം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാകാം. ഈ രൂപത്തിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ശരീഅത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രോഗങ്ങൾക്ക് നിങ്ങൾ ചികിത്സിക്കണമെന്ന. ചികിത്സ രണ്ട് രൂപത്തിലുമുണ്ട്. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയുണ്ട്, ദിക്റുകളെ കൊണ്ടുള്ള ചികിത്സയുണ്ട്, അതുപോലെ തന്നെ ഭൗതികമായ മരുന്നുകൾ കുടിച്ചുകൊണ്ടുള്ള ചികിത്സയുമുണ്ട്. അതുകൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, ശരീഅത്തിന്റെ നിർദ്ദേശപ്രകാരം നാം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ രോഗങ്ങൾ, അത് വേദനയാവട്ടെ മറ്റേത് കാര്യമായിരുന്നാലും, ഇങ്ങനെയുള്ള മൂന്ന് രൂപത്തിലും രോഗങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉസ്താദ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ചോദിക്കാമെന്ന് വെച്ചിട്ടാ. ഇപ്പൊ 1:45 ഏകദേശം. ഞാനും നാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതൊന്ന് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചോദിക്കുന്നു? സഹോദരൻ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല, സൗണ്ട് വളരെ കുറവായിരുന്നു. പിന്നെ സമയം ഏകദേശം ആവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിലേക്ക് ഒന്നുകൊണ്ട് ചോദിക്കണം. സൗണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. ഞാൻ ചോദിച്ചത് തന്നെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്, ഈ സംശയം ചോദിക്കുന്നത്. അപ്പൊ ഉസ്താദിന് തിരക്കുണ്ടെങ്കിൽ അടുത്ത ദിവസം ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ച് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് നേരത്തെ പറഞ്ഞ ആ കുളിന്റെ കാര്യത്തെ പറ്റി, അപ്പം മുങ്ങി കുളിക്കുന്ന സമയത്താണോ ജനാബത്ത് കുളിക്കുന്ന സമയത്ത് ഒലു ഉണ്ടാകുക, അതല്ലെങ്കിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്ന സമയത്ത് ജനാബത്ത് കുളിയോടുകൂടി ചെറിയ അശുദ്ധിയും പൂർത്തിയാവുമോ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, പെട്ടെന്ന് മൈക്കെടുക്കാൻ കിട്ടുന്നില്ല, അതാണ് ടൈം വൈകുന്നത്. പിന്നെ മുങ്ങിക്കുളിക്കലാണെങ്കിലും അല്ല ഒഴിച്ചു കുളിക്കലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ജനാബത്ത് ഉയരലോടുകൂടി ചെറിയ അശുദ്ധി കൂടി ലഭിക്കും. ജനാബത്ത് ഉയരലോടുകൂടി വലിയ അശുദ്ധി ഉയരലോടുകൂടി ചെറിയ അശുദ്ധി കൂടി ഉയരും. അത് മുങ്ങിക്കുളിക്കലാവട്ടെ അല്ല ഒഴിച്ചു കുളിക്കലാവട്ടെ, ഏത് രൂപത്തിലാണെങ്കിലും ഉയരും. ഇങ്ങനെയാണ് ഫിഖ്ഹിലെ ഏറ്റവും നമ്മുടെ ഇമാമുമാരെല്ലാം തഹ്ഖീഖ് ചെയ്യുന്നത്. ഇന്ന രൂപത്തിലാണെങ്കിൽ മാത്രം എന്നില്ല. പിന്നെ നേരത്തെ മറ്റേ സഹോദരൻ എന്തോ കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. സമയമുണ്ടെങ്കിൽ ചോദിക്കാമെന്നും പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സഹോദരന് പ്രയാസമില്ലെങ്കിൽ ഒറ്റ ചോദ്യം കൂടി നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെയും നമുക്ക് ക്ലാസ് റൂമിൽ വളരെ നേരത്തെ തന്നെ നമുക്ക് ചർച്ച ആരംഭിക്കണം. ഇന്ന് ബൈലക്സിൽ കയറാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരുപാട് ടൈം വൈകിയത്. 11:15 മുതൽ ഇന്ത്യൻ ടൈം 11:15 മുതൽക്ക് തന്നെ ഞാൻ സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ബൈലക്സിൽ കയറാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ സാധിച്ചില്ല. പല ബൈലക്സ് പ്രശ്നമാണോ എന്തോ അറിയില്ല.
അപ്പൊ ഏതായാലും തന്നെ ഇൻഷാ അല്ലാഹ് നാളെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ സഹോദരൻ റൂമിലുണ്ടെങ്കിൽ ഒറ്റ വിഷയം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും ഉസ്താദ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. അത് ഒറ്റ ചോദ്യത്തിൽ നിൽക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഈ ജിന്നുമായിട്ട് വേറൊരു ഇതുണ്ടല്ലോ, ജിന്ന ശരീരത്തിൽ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നതല്ലാതെ ശരീരത്തിൽ കയറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെപ്പറ്റി കുറച്ച് സംശയങ്ങളുണ്ട്. അതുമായി ധാരാളം സംശയങ്ങളുണ്ട്. അപ്പോ അത് തുടരണോ ഇല്ലെന്നുള്ളത്, അല്ലെങ്കിൽ നാളെ ആയാലും മതി, നേരത്തെ വന്നിട്ട് നാളെ ആയാലും നമുക്ക് ചർച്ച ചെയ്യാം. ഉസ്താദിന്റെ ഇഷ്ടം പോലെ ആവും എന്തായാലും. അസ്സലാമു അലൈക്കും. ഏതായാലും പ്രിയപ്പെട്ട സഹോദരന് ആ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ആവരാണ് നല്ലത് തോന്നുന്നു. അങ്ങനെ ആ സഹോദരൻ അങ്ങനെ നാളെ ആക്കിയ പോരെ? ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ആക്കാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സത്യദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അത് ദീനിന് വേണ്ടിയുള്ള ഒരു ഖിദ്മത്തായിക്കൊണ്ട് അള്ളാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ അഹ്ലികാർ, നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു തആല സ്വർഗ്ഗത്തോപ്പായി അലങ്കരിക്കട്ടെ. നമ്മെ സഹായിക്കുന്ന പല ആളുകളുമുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന പല ആളുകളും പല രാജ്യങ്ങളിലുമുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ ദുന്യാവും ആഖിറവും നീ വിജയിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.